പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ സുവിശേഷ യോഗങ്ങളുടെ പ്രാരംഭ രാത്രിക്കായി നന്ദിയോടെ സർവകൃപാലുവായ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ആഗതരായിരിക്കുന്ന എല്ലാ വാത്സല്യ ദൈവമക്കൾക്കും ഞങ്ങളോട് സഹകരിക്കുന്ന നല്ലവരായ എല്ലാ ദേശനിവാസികൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ ഞങ്ങൾ ഈ തരുണത്തിൽ അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടും സ്തോത്രത്തോടും സന്നിധിബോധത്തോടും ഈ സന്ധ്യാസമയത്ത് രാത്രികാലം ദൈവസന്നിധിയിൽ നാം ആയിരിക്കുന്നുവെങ്കിൽ നമുക്കാവശ്യമായ ദൈവത്തിന്റെ ദിവ്യമായ ആലോചനകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തരുവാനിടയായിത്തീരും. ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നമേ ഇവിടെ ഇരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ ഓർമ്മിപ്പിച്ച ഒരു കാര്യത്തെ ദൈവജനത്തെ അറിയിക്കുവാൻ തക്കവണ്ണം കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ വചനമാകുന്ന വിത്ത് നമ്മുടെ ഹൃദയങ്ങളിൽ വീണ് 100 മേനി ഫലം കായ്ക്കുവാൻ കഴിയാതെ വണ്ണം, പുറപ്പെടുവിക്കുവാൻ കഴിയാതെ വണ്ണം ഒരുക്കപ്പെടാത്ത ചില നിലങ്ങൾ ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ടുണ്ട്. ഹൃദയങ്ങൾ ഭാരങ്ങളോടെ കടന്നു വന്നിരിക്കുന്നവരുണ്ട്, വേദനയോടെ കടന്നു വന്നിരിക്കുന്നവരുണ്ട്, പലവിധമായ പ്രശ്നങ്ങളോടും പ്രയാസങ്ങളോടും കൂടെ കടന്നു വന്നിരിക്കുന്നവരുണ്ട്. പ്രത്യേകമായി നൂതനമായ ഒരു സന്ദേശമോ പ്രത്യേകമായ എന്തെങ്കിലുമോ നൽകി തരുവാൻ ഞാൻ പ്രാപ്തനെന്നല്ല. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മുടെ നടുവിൽ ചില കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. അതുകൊണ്ട് വളരെ ഒരുക്കത്തോടും പ്രാർത്ഥനയോടും ദൈവസന്നിധിയിലായിരിക്കണമേ എന്ന് വളരെ താഴ്മയോടെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ദൈവത്തിന്റെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്നതിന് തടസ്സമായിട്ടുള്ള എല്ലാ ശക്തികളും നമ്മിൽ നിന്ന് അകന്നു പോകുവാനിടയായിത്തീരണം. പ്രാരംഭമായി എല്ലാ സഹോദരന്മാരും എല്ലാ സഹോദരിമാരും പരസ്പരം കരങ്ങളെ കോർത്തുപിടിച്ച്, ദൈവമേ, ഇന്ന് രാത്രികാലം നിന്റെ വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യാതെ വണ്ണം തടസ്സമായിരിക്കുന്ന ഒരു വിത്ത് നമ്മൾ വിതയ്ക്കുമ്പോൾ, ഒരു നിലം നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ആ നിലം ഒരുക്കാറ് സാധാരണമായ ഒരു കാര്യമാണ്. അതിലുള്ള കല്ലുകൾ പെറുക്കിക്കളഞ്ഞ് മുള്ളുകൾ വെട്ടിമാറ്റി ആ നിലം ഒരുക്കിയ ശേഷമാണ് ഒരു വിത്ത് വിതയ്ക്കുന്നത്. ഒരു പരിധിവരെ ഒരുക്കപ്പെട്ടവരായി നാം ദൈവസന്നിധിയിലായിരിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, കല്ലുപോലെ ഭാരമായ ചില ഭാരങ്ങളോട് ദൈവസന്നിധി കടന്നു വന്നിരിക്കുന്നവരുണ്ട്. മുള്ളുപോലെ വേദനിപ്പിക്കുന്ന ചില അനുഭവങ്ങളുമായി ദൈവസന്നിധി കടന്നു വന്നവരുണ്ട്. ഇന്ന് രാത്രികാലം ആ ഭാരങ്ങൾ നീങ്ങുവാനിടയായിത്തീരണം. ഇന്ന് രാത്രികാലം നിങ്ങളുടെ ഹൃദയങ്ങളെ വേദനിപ്പിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. വളരെ ഭാരത്തോടെ, വളരെ വേദനയോടെ, വളരെ ദുഃഖത്തോടെ ഈ രാത്രികാലം ദൈവസന്നിധിയിൽ എന്റെ ഭാരങ്ങളിൽ നിന്ന് എനിക്കൊരു വിടുതലുണ്ടാകുമോ, എന്റെ ഈ വേദനകൾ എന്നെ വിട്ടു മാറുമോ എന്നുള്ള ദുഃഖത്തോടും ഭാരത്തോടും കടന്നു വന്നിരിക്കുന്നവരുണ്ട്. ഒരു നിമിഷം സഹോദരിമാർ പരസ്പരം കരങ്ങളെ കോർത്തുപിടിച്ച്, സഹോദരന്മാർ പരസ്പരം കരങ്ങളെ കോർത്തുപിടിച്ച് ആത്മാർത്ഥമായി, ബുദ്ധി കൊണ്ടുള്ളൊരു പ്രാർത്ഥനയല്ല, ആത്മാവ് കൊണ്ടുള്ളൊരു പ്രാർത്ഥന. പ്രിയ ദൈവ പൈതലേ, ഇത് സാധാരണ ഒരു സുവിശേഷ മീറ്റിംഗ് ആണ് നിങ്ങൾ ചിന്തിക്കരുത്. വെറുതെ ഒരു സുവിശേഷ മീറ്റിംഗിനെ സംബന്ധിച്ച് കടന്നുപോയി എന്നുള്ളതല്ല. ഇന്ന് രാത്രികാലം നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന രാത്രിയാണ്. ഇന്ന് രാത്രികാലം സർവശക്തന്റെ കരം നിനക്ക് വേണ്ടി നീട്ടുന്ന രാത്രിയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ ശബ്ദമുയർത്തി, എത്രത്തോളം ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുവാൻ കഴിയുമോ, എത്രത്തോളം ആത്മാവിന്റെ ബലത്തിൽ പ്രാർത്ഥിപ്പാൻ കഴിയുമോ ആ പ്രാർത്ഥിച്ചാട്ട്. എല്ലാ സഹോദരന്മാരും എല്ലാ സഹോദരിമാരും എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ട്. ആത്മാവിൽ ആരും മൗനമായിരിക്കരുത്. പ്രാർത്ഥനാ ശബ്ദം ഉയരട്ടെ, പ്രാർത്ഥനാ ശബ്ദം ഉയരട്ടെ. സ്വർഗത്തോളം നമ്മുടെ നീ ഉറക്ക നിലവിളിക്ക, കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്തുക എന്ന് തിരുവെഴുത്തുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രികാലം നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ ചില കാര്യങ്ങൾ ദൈവം ചെയ്യും. ചില ഉള്ളങ്ങളിൽ നിന്ന് കല്ലുപോലെ ഭാരമുള്ള ചില അനുഭവങ്ങളെ ഇന്ന് രാത്രികാലം ദൈവം എടുത്ത് മാറ്റും. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നത് ആത്മാവിൽ അനുഭവിക്കുന്നുണ്ട്. ദൈവത്തിന്റെ കരം നമ്മുടെ നടുവിൽ നീട്ടപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാത്രികാലം മുള്ളുപോലെ നിന്റെ ഹൃദയത്തെ കുത്തി വേദനിപ്പിക്കുന്ന ചില പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരം തരും. ദൈവത്തിന്റെ വചനം നല്ല നിലത്ത് വീണ വിത്ത് പോലെ നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും.
ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ സുവിശേഷ യോഗങ്ങളുടെ പ്രാരംഭ രാത്രിയിൽ തന്നെ ചില ബന്ധനങ്ങൾ അഴിയട്ടെ, ചില കെട്ടുകൾ അഴിയട്ടെ. എത്രയോ സുവിശേഷ യോഗങ്ങൾ നമ്മൾ സംബന്ധിച്ചു. ആരും മൗനമായിരിക്കരുത്, ആരും അലക്ഷ്യമായിരിക്കരുത്. ഈ സമയത്ത് നീ പ്രാർത്ഥിക്കാതിരിക്കുന്നുവെങ്കിൽ സ്വർഗം നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ ശബ്ദം പോരാ, ഈ ശബ്ദം പോരാ. നമ്മുടെ ദേശത്ത് എത്രയോ പേർ വേദനിക്കുന്നു, എത്രയോ പേർ കഷ്ടത്തിലായിരിക്കുന്നു, എത്രയോ പ്രയാസപ്പെടുന്നു. പ്രിയ സഹോദര, നിന്റെ കുടുംബത്തിലെ പ്രശ്നത്തിന് പരിഹാരം വേണ്ടേ? പ്രിയ സഹോദരി, നിന്നെ വേദനിപ്പിക്കുന്ന ആ ദുഃഖങ്ങൾക്കൊരു പരിഹാരം വേണ്ടേ? നീ മൗനമായിരിക്കുന്നത് എന്ത്? ഹല്ലേലൂയാ. ഭാരങ്ങളൊക്കെയും തന്മേൽ നീ വയ്ക്കുക, എല്ലാം ചുമന്നിടും ശക്തനിൽ. ഭാരങ്ങളൊക്കെയും തന്മേൽ നീ വയ്ക്കുക, എല്ലാം ചുമന്നിടും ശക്തനിൽ. ദൈവത്തിൻ പൈതലേ, ക്ലേശിക്ക വേണ്ട നീ. കരങ്ങളെ അടിശാത്മാവിൽ ദൈവം ശക്തനാ, ദൈവം. ഭാരങ്ങളൊക്കെയും എല്ലാം ചുമന്നിടും. നീ വയ്ക്കുക, എല്ലാം ചുമന്നിടും ശക്തനേ. ഭാരങ്ങളൊക്കെയോ തന്നെ നീ വയ്ക്കുക, എല്ലാം ചുമന്നിടും. എല്ലാം ചുമന്നിടും ശക്തനേ. ഭാരങ്ങളൊക്കെയോ ശക്തനേ. ഭാരങ്ങളൊക്കെയോ നിന്റെ ഭാരങ്ങൾ നിന്റെ വീട്ടിൽ നീങ്ങിപ്പോകട്ടെ. നീ വെക്കുക, എല്ലാം ചുമന്നിടും ശക്തനേ. കരങ്ങളെ അടിച്ച് കസേരയിൽ ഇരിക്കുന്നവർ, ആ പിന്നിൽ നിൽക്കുന്നവർ, കസേരയിൽ ഇരിക്കുന്നവർ ഒരുപാട് എല്ലാം ചുമന്നിടും ശക്തനേ. ഭാരങ്ങളൊക്കെയോ ശക്തനേ. ഭാരങ്ങളൊക്കെയോ എന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എന്റെ പൈതലേ, ഏകാന്തതയിൽ നിന്റെ കണ്ണുകൾ നിറയുന്നതും നിന്റെ ഹൃദയം തകരുന്നതും ഞാൻ കാണുന്നു. രക്ഷിക്കുന്ന വീരനായി എന്റെ ജനത്തിന്റെ നടുവിൽ ഞാൻ ഉലാവിക്കൊണ്ടിരിക്കുന്നു. ഞാൻ സ്നേഹിക്കുന്ന എന്റെ പൈതലേ, നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയാതെ വണ്ണം എന്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. എന്റെ കാതുകൾ നിന്റെ നിലവിളി കേൾക്കാൻ കഴിയാതെ വണ്ണം മന്ദമായി പോയിട്ടില്ല എന്ന് നിന്നെ സ്നേഹിക്കുന്ന കർത്താവ് നിന്നോട് അരുളി ചെയ്യുന്നു. ഭാരങ്ങളൊക്കെയും തന്മേൽ നീ വയ്ക്കുക, എല്ലാം ചുമന്നിടുന്നു ശക്തനേ. ഭാരങ്ങളൊക്കെയും തന്മേൽ നീ വയ്ക്കുക, എല്ലാം ചുമന്നിടും ശക്തനേ. ഭാരങ്ങളൊക്കെയോ എല്ലാവരും ആരും മൗനമായിരിക്കരുത്. പിന്നിലിരിക്കുന്ന സഹോദരന്മാർ
ചുമന്നിടോ ശക്തനേ ഭാരങ്ങളൊക്കെയോ ചുമന്നിടോ ശക്തനേ ഭാരങ്ങളൊക്കെയോ ചുമന്നിടോ ശക്തനേ എല്ലാം ചുമന്നിടോ ശക്തനേ ഭാരങ്ങളൊക്കെയോ ഭാരങ്ങളൊക്കെയോ നിറയ്ക്കുക എല്ലാം ചുമന്നിടോ ഭാരങ്ങളൊക്കെയോ പ്രിയ ദൈവമൈതലേ, ഇന്ന് രാത്രികാലം ദൈവമാണ് നിന്നെ കൂട്ടിവരുത്തിയത്. നിന്റെ കണ്ണുനീരു കാണുന്ന ദൈവം, നിന്റെ വേദനകളെ അറിയുന്ന ദൈവം, ഒരു മനുഷ്യനും കാണാൻ കഴിയാതെ നീ ഏകാന്തതയുടെ നടുവിൽ കണ്ണുനീരൊഴുക്കിയ നിന്റെ കണ്ണുനീരിന്റെ വില മനസ്സിലാക്കുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവമൈതലേ, ഈ ലോകത്തിൽ നിന്നെ മനസ്സിലാക്കുന്നവൻ ആരും കണ്ടില്ല എന്നിരിക്കും, നിന്റെ അവസ്ഥകളെ ഗ്രഹിക്കുന്നവൻ ആരുമില്ലെന്നിരിക്കും. എന്നാൽ കുറുകിപ്പോകാത്ത കരങ്ങളുള്ള ഒരുവൻ, മന്ദമായി പോകാത്ത കാതുകളുള്ള ഒരുവൻ നമ്മുടെ നടുവിൽ ഉലാപിക്കൊണ്ടിരിക്കുന്നു. ചിലരുടെ ബന്ധനങ്ങളെ അഴിയുന്നത് ഈ രാത്രികാലം വിശ്വാസ കണ്ണുകളെ ഞാൻ കാണുന്നു. ചില കുടുംബങ്ങളിലെ അന്ധകാര ശക്തികൾ ഓടി അകലുന്നത് കാണുന്നു. ചിലരുടെ നന്മകൾ, തടസ്സപ്പെട്ട നന്മകള്, തടസ്സങ്ങളെ നീക്കി ദൈവം നൽകുന്നത് കാണുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ചുരുങ്ങിയ നാളുകൾ എനിക്കും നിങ്ങൾക്കും സർവശക്തനായ ദൈവം ഈ ലോകത്തിൽ ശേഷിപ്പിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ജീവിക്കുന്നത്? നമ്മുടെ സമപ്രായക്കാരായ എത്രയോ മനുഷ്യർ, എത്രയോ പ്രിയപ്പെട്ടവർ ലോകത്ത് നിന്ന് മരണം വഴിയായി മാറ്റപ്പെട്ടു. ഒന്ന് ചിന്തിച്ചു നോക്കുക, എന്തിനാണ് ദൈവം ഇന്നൊരു ദിനം നമുക്ക് ദാനമായി നൽകിയത്? ഈ വിശുദ്ധ ദിനത്തിന്റെ വൈകിയ വേളയിൽ ഏകദേശം 7:30 സമയത്ത് ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചു നോക്കുക, എന്തിനു വേണ്ടിയാണ് ദൈവം നമുക്ക് ഇന്നൊരു ദിനം ദാനമായി തന്നത്? പ്രിയ ദൈവമൈതലേ, ഈ മീറ്റിംഗിനെ ഞാൻ നിങ്ങൾ കടന്നു വന്ന് ദൈവികമായ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ വേണ്ടി ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരവസരം കൂടെ നൽകിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണമേ എന്ന് താഴ്മയോടെ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ടും നടത്തിപ്പുകാരായ വിശുദ്ധന്മാരുടെയും വിശുദ്ധരായ സഹശുശ്രൂഷകരുടെയും വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന്റെയും പ്രാർത്ഥനയെ യാചിച്ചുകൊണ്ടും അത്യുന്നതനായ ദൈവത്തിന്റെ മുൻപാകെ അടിയനെ എളിമപ്പെടുത്തിക്കൊണ്ടും വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മുടെ ധ്യാനത്തിനായി നമ്മുടെ ശ്രദ്ധയെ നമുക്ക് വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിലേക്കും വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിലേക്കും കൊണ്ടുവരാം. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 21-ാം വാക്യം പ്രാരംഭമായി വായിക്കാം. അനന്തരം വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 25-ാം വാക്യവും വായിക്കും. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. നിങ്ങൾ തെറ്റിയുടരുന്ന ആടുകളെ പോലെ ആയിരുന്നു. ഇപ്പോഴും നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായ അങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ ദൈവത്തിന്റെ വചനങ്ങൾക്കായി നമ്മുടെ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. ഈ വചനത്തിലൂടെ ഹൃദയമായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സുവിശേഷ യോഗങ്ങൾ എന്ന് പറയുന്നത് ഭൗതികമായ എന്തെങ്കിലും നന്മകൾക്ക് വേണ്ടി ക്രമീകരിക്കുന്നതല്ല. ഇതിനു മുമ്പ് ആരാധനയെ ലീഡ് ചെയ്ത ബഹുമാനപ്പെട്ട ദൈവത്തിന്റെ ദാസൻ ഓർമ്മിപ്പിച്ചതുപോലെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ മുഖം കാണുമെന്നുള്ള ആ മഹത്വ പ്രതീക്ഷയോടും പ്രത്യാശയോടും കാത്തിരിക്കുന്നവരാണ് ദൈവജനങ്ങൾ. ആകയാൽ ഇന്ന് രാത്രികാലവും നമ്മൾ ദൈവത്തിന്റെ വചനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ കർത്താവിന്റെ വരവെന്നുള്ള ലക്ഷ്യത്തോടെ മാത്രമേ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാവൂ. അതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ യാത്രകൾ തുടരുന്നത്.
ഭൗതികമായ എന്തെങ്കിലും നന്മകളോ ഭൗതികമായ എന്തെങ്കിലും നേട്ടങ്ങളോ അത് ആവശ്യമാണ്, അത് ദൈവം നിശ്ചയമായിട്ട് നൽകും. എങ്കിലും അത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഒരു സുവിശേഷ യോഗങ്ങളുടെ ലക്ഷ്യം. ഒരിക്കൽ ഒരു രാജകൊട്ടാരം സന്ദർശിക്കുവാനായി കുറെ കൊച്ചുകുട്ടികൾ പോയി. വളരെ ശ്രദ്ധയോടെ ഇരിക്കണം, ആരും അലക്ഷ്യമായിരിക്കരുത്, അലസരായി എങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്. വളരെ പ്രാർത്ഥനയോടെ സ്തോത്രത്തോടും കൂടി ഇരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രികാലം പ്രിയ ദൈവവേദന നിന്റെ വിടുതലിന്റെ രാത്രിയാണ്. മാത്രമല്ല ചുറ്റുപാടുള്ള അനേക പ്രിയപ്പെട്ടവർ ഇവിടെ എന്ത് നടക്കുന്നുവെന്ന് കാണുവാനും കേൾക്കുവാനും വളരെ ശ്രദ്ധയോടെ ഇരിക്കുകയാണ്. അങ്ങനെ കുറെ കുട്ടികൾ, കൊച്ചുകുട്ടികൾ ഒരു രാജകൊട്ടാരം കാണണമെന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് കൊട്ടാരത്തിലേക്ക് ചെന്നു. ഈ കൊച്ചുകുട്ടികളെയൊക്കെ കണ്ടപ്പോൾ രാജകൊട്ടാരത്തിലുണ്ടായിരുന്ന രാജാവിന് ഭയങ്കര സന്തോഷമായി. കൊച്ചുകുട്ടികളൊക്കെ ഓമനത്വം തുളുമ്പുന്ന മുഖങ്ങളുമായി കൊച്ചു കൊച്ചു പുഞ്ചിരികളുമായിട്ട് ആ കൊച്ചു കുഞ്ഞുങ്ങൾ ആ രാജകൊട്ടാരത്തിലേക്ക് ആർത്തുപാടി സന്തോഷത്തോടെ വന്നപ്പോൾ രാജാവിന് എന്തൊന്നില്ലാത്ത സന്തോഷം. അപ്പോൾ രാജാവ് ചിന്തിച്ചു, ദൈവമേ, ഈ കുട്ടികൾക്ക് എന്താണ് ഞാൻ സമ്മാനമായിട്ട് കൊടുക്കേണ്ടത്? രാജാവ് പലതും ചിന്തിച്ചു. അവസാനം രാജാവ് നോക്കിയപ്പോൾ കൊട്ടാരത്തിൽ ഒരുപാട് മനോഹര വസ്തുക്കളുണ്ട്, ഒരുപാട് നല്ല നല്ല സാധനങ്ങളാൽ അലങ്കരിക്കപ്പെട്ടതാണ് രാജകൊട്ടാരം എന്ന് പറയുന്നത്. രാജാവ് കുട്ടികളെല്ലാം അടുത്ത് പിടിച്ചു, കുട്ടികളെല്ലാം അരിഞ്ഞു വിടാൻ പറഞ്ഞു. കുട്ടികളെല്ലാം രാജാവിന്റെ ചുറ്റും കൂടി. എന്നിട്ട് കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹമുള്ളത് എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. കുഞ്ഞുങ്ങൾക്കെല്ലാം സന്തോഷം. കാരണം രാജാവിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കാൻ ആഗ്രഹിക്കാത്തവരാരുമില്ല. വിശേഷിച്ച് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ എന്തെങ്കിലും ചോക്ലേറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷമാണ്. നമുക്ക് എന്ത് കിട്ടിയാലും ചിലപ്പോൾ മുതിർന്നവർക്ക് സന്തോഷമാകത്തില്ല. എന്നാൽ കൊച്ചു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ചോക്ലേറ്റ് കൊടുത്താലും വളരെ ഹാപ്പിയാണ്. അപ്പൊ രാജാവ് പറഞ്ഞു, രാജാവിന്റെ പദവിക്കും മഹത്വത്തിനും അനുസരിച്ച് ഓരോ കുട്ടിയോട് പറഞ്ഞു, നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, ഇപ്പോൾ ഞാൻ നിങ്ങളെ കൊട്ടാരത്തിലേക്ക് സ്വാതന്ത്ര്യമായിട്ട് വിടുകയാണ്. ഈ കൊട്ടാരത്തിൽ കാണുന്ന ആദ്യം നിങ്ങൾ കാണുന്ന എന്താണോ അത് നിങ്ങൾക്ക് തൊടാം, നിങ്ങൾ തൊടുന്നത് നിങ്ങൾക്ക് തരും. കുട്ടികൾക്കെല്ലാം ഭയങ്കര സന്തോഷമായി. നിങ്ങൾ എന്താണോ, ഒരാൾക്ക് ഒന്നിനെ തൊടാൻ പറ്റും. അപ്പോ രാജാവ് പറഞ്ഞു, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ സാധനങ്ങളിൽ തൊടാം, തൊടുന്ന സാധനം ഞാൻ നിങ്ങൾക്ക് തരും. കുട്ടികൾ വാശിയായി ഓടി 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 എല്ലാവരും ഓരോ സാധനങ്ങളിൽ പോയി തൊട്ടതെല്ലാം രാജാവ് കൊടുത്തു. സ്തോത്രം. ഒരു പാവപ്പെട്ട കുട്ടി, അവന് കാലിന് വേണ്ടത്ര സ്വാധീനമൊന്നുമില്ല. ഈ കുട്ടികളോടൊപ്പം ഓടി മത്സരിച്ചു പോയി എന്തെങ്കിലും സാധനങ്ങൾ കൈവശമാക്കുവാനോ ഈ കുട്ടിക്ക് കഴിഞ്ഞില്ല. ആ കുട്ടി അങ്ങനെ വേദനിച്ച് ദുഃഖിച്ച് നോക്കിയപ്പോൾ കൊട്ടാരത്തിലുള്ള എല്ലാ സാധനങ്ങളും ഏകദേശം തീർന്നു, കുട്ടികളെല്ലാം കൈവശമാക്കി കഴിഞ്ഞു. ഈ പാവപ്പെട്ടവന് മാത്രം ഒന്നും കിട്ടിയില്ല. അപ്പൊ ഈ കുട്ടി ഇങ്ങനെ നിരാശപ്പെട്ട് വളരെ ഭാരപ്പെട്ട് ഇങ്ങനെ രാജാവിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരുന്നപ്പോൾ രാജാവ് ആ കുട്ടിയെ വിളിച്ചു. എന്തോ ഒരു വെളിച്ചം കിട്ടിയതുപോലെ ആ കുട്ടി ഓടിപ്പോയി രാജാവിനെ അങ്ങ് തൊട്ടു. കാര്യം മനസ്സിലായവർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും വസ്തുവകകളിൽ തൊട്ട് അതുകൊണ്ട് തൃപ്തി പ്രാപിച്ചു പോവുകയല്ല. ഇന്ന് രാത്രികാലം രാജാവിനെ നീ തൊട്. അവനെ തൊട്ടാൽ എല്ലാം ഉണ്ട്. രാജാവുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. ഇല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് പോകേണ്ടതായിട്ട് വരും. ഇന്ന് ആ രാജാവിനെ വേണ്ടവർ, അവനെ തൊടുവാൻ ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തമായി അല്പസമയം സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നാം ചിന്തിച്ച ആ വേദവാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ വീണ്ടും നമുക്ക് കൊണ്ടുവരാം. ഒന്നുകൂടെ ആ വാക്യങ്ങൾ വായിക്കും. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 21-ാം വാക്യം. വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 25-ാമത്തെ വാക്യം. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. നിങ്ങൾ തെറ്റി വിടരുന്ന ആടുകളെ പോലെ ആയിരുന്നു. ഇപ്പോഴും നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായ അവങ്കലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ദൈവനാമത്തിന്റെ മഹത്വമുണ്ടാകട്ടെ. ഈ ദിവസങ്ങളിൽ എന്താണ് ക്രിസ്ത്യാനിത്വം? വാട്ട് ഈസ് ക്രിസ്ത്യാനിറ്റി? എന്താണ് ദൈവാനുഭവം? വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി? ഈ രണ്ടു വിഷയങ്ങളെ കുറിച്ച് നമ്മൾ കർത്താവ് നമുക്ക് തരുന്ന സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഈ ചുരുങ്ങിയ 1-2 ദിവസങ്ങളിൽ തിരുവെഴുത്തുകളെ ആഴമായി ഒന്നും പറയുവാനോ പഠിപ്പിക്കുവാനോ ഉള്ള സമയമോ സാഹചര്യമില്ല. ദൈവത്തിന്റെ കൃപയാല് ഈ കുന്നന്താനം ദേശത്ത് മനോഹരമായ ഒരു ആരാധനാലയം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ഈ ആരാധനാലയത്തിൽ തുടർന്നുള്ള നാടുകളിൽ കടന്നു വന്ന് കൂടുതൽ സത്യങ്ങളെ എനിക്ക് നിങ്ങൾക്ക് ശ്രവിക്കുവാനുള്ള സാവകാശമുണ്ടായിരിക്കും. എന്നാൽ ഈ ചുരുങ്ങിയ ദിവസങ്ങൾ
ദിവസങ്ങളിൽ എന്താണ് ക്രിസ്തീയ ജീവിതം, എന്താണ് ആധ്യാത്മിക ജീവിതം എന്നതിനെ കുറിച്ച് ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, ചുരുങ്ങിയ 2 ദിവസങ്ങളിൽ ചില ആലോചനകൾ ദൈവത്തിൽ നിന്ന് നമുക്ക് നേടിയെടുക്കുവാൻ കഴിയും. ഇവിടെ വിലാപങ്ങളുടെ പുസ്തകത്തിൽ, വിലാപങ്ങളുടെ പുസ്തകം എഴുതിയ പ്രവാചകനായ യിരെമ്യാവ് ഇപ്രകാരം പറയുകയാണ്: അവരുടെ ജീവിതത്തിന്റെ പരിതാപകരമായ അവസ്ഥകളെ മനസ്സിൽ പേറിക്കൊണ്ട് ചെല്ലു ദുഃഖത്തോടും വേദനയോടും കൂടെ സർവശക്തനായ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മൾ വിലാപങ്ങളുടെ പുസ്തകത്തിൽ വായിച്ചു കേട്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തെക്കുറിച്ചും തന്റെ ജനത്തെക്കുറിച്ചും വളരെ ആധികാരികമായി തിരുവെഴുത്തുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. സർവശക്തനായ ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നല്ലവനായ മനുഷ്യനെ, തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ച് കിഴക്ക് ഏദനിൽ ഒരു മനോഹരമായ പൂങ്കാവനമുണ്ടാക്കി അതിനെ കാക്കുവാനും അതിനെ സൂക്ഷിക്കുവാനും ഒക്കെ വേണ്ടി അവരെ അവിടെ ആക്കി. ദൈവികമായ പ്രമാണങ്ങളിലും ദൈവികമായ കൽപ്പനകളും അനുസരിച്ച് ജീവിക്കണമെന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹത്തിനും അഭിലാഷത്തിനും അനുസരിച്ച് ദൈവത്തിന്റെ മനുഷ്യൻ അത് ചെയ്യാതെ പിശാചിന്റെ കൊടിയ വഞ്ചനയിലകപ്പെട്ട് അവൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ഈ ലോകത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ 2 വിധത്തിലുള്ള മനുഷ്യരെ നമുക്ക് കാണുവാൻ കഴിയും. കാലാകാലങ്ങളായി ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്ന മനുഷ്യർ, മറുവശത്ത് ഒരു കാലത്ത് ദൈവത്തെ അറിഞ്ഞിട്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യരുമുണ്ട്. ഒരു കാലത്ത് നല്ല നല്ല ആത്മീയ അനുഭവങ്ങൾ ജീവിച്ചിട്ടും പിന്നീട് ദൈവത്തിൽ നിന്ന് അകന്നുപോയി യഥാർത്ഥമായ ആ ദൈവികമായ അനുഭവം ഇല്ലാതെ ജീവിക്കുന്നവരെ നമുക്ക് ഈ ലോകത്തിൽ കാണുവാൻ കഴിയും. എത്രയോ ദൈവമക്കൾ വിശ്വാസമാർഗത്തിന്റെ സത്യം അറിഞ്ഞിട്ടും യഥാർത്ഥമായ മാനസാന്തരാനുഭവത്തിന്റെ സത്യവും വിശ്വാസ സ്നാനത്തിന്റെ സത്യവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഉപദേശവും അഭിഷേകവും ഒക്കെ പ്രാപിച്ചിട്ടും ശ്രേഷ്ഠമായ അപ്പോസ്തോലികമായ കൂട്ടായ്മയെക്കുറിച്ചും ഉപദേശത്തെക്കുറിച്ചും ഒക്കെ ബോധ്യം കിട്ടിയിട്ടും ഇതെല്ലാം വെറുതെ നിസാരമെന്ന് എണ്ണിക്കൊണ്ട് ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയ എത്രയോ പേര് നമുക്ക് കാണുവാൻ കഴിയും. 2 വിധത്തിലുള്ള മനുഷ്യർ. ഒന്ന്, ആ ദൈവത്തിൽ നിന്ന് കാലാകാലങ്ങളായി അകന്ന് ഒരിക്കൽ പോലും തിരിച്ചു വരാത്ത ഒരവസ്ഥയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യർ, ഒരു കൂട്ടം ജനങ്ങൾ. മറ്റൊരു വിഭാഗത്തിൽപ്പെട്ടവർ എങ്ങനെയാണ്? അവർ ഈ ലോകത്തിൽ, പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് ദൈവത്തെ അറിഞ്ഞവരാണ്. അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി ഇന്ന് അവർ മടങ്ങി വരുവിന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയും ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും മടങ്ങി വരണമെന്നുള്ളത്, നമ്മെ മടക്കി വരുത്തണമെന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാണ്, ദൈവത്തിന്റെ അഭിലാഷമാണ്. സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ്, പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ ഞാനും നിങ്ങളും ഈ കുന്നന്താനം പ്രദേശത്ത് നടത്തപ്പെടുന്ന ഈ സുവിശേഷ യോഗങ്ങൾ നിമിത്തം ഞാനും നിങ്ങളും ദൈവത്തിങ്കിലേക്കൊന്ന് മടങ്ങി വന്നിരുന്നുവെങ്കിൽ, യഥാർത്ഥമായ വിശ്വാസപാതയിൽ നമ്മുടെ കാലുകളെ ഒന്ന് സ്ഥിരപ്പെടുത്തിയിരുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായ ദൈവാനുഭവത്തിലേക്ക് ഞാനും നിങ്ങളും ഒന്ന് മടങ്ങി വന്നിരുന്നുവെങ്കിൽ എത്ര ശ്രേഷ്ഠമായി തീർന്നേനെ. പ്രിയപ്പെട്ടവരെ, ആകയാൽ ശ്രദ്ധിക്കണമേ, ആ ദൈവികമായ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിന്റെ ജനം, ദൈവത്തിന്റെ മനുഷ്യൻ, നിലത്തെ പൊടികൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവനെ മനോഹരമുള്ള ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമുള്ള ഒരു മനുഷ്യനാക്കി തീർത്ത് സകല ഭൂമിയെ വാഴുവാനും ഭരിക്കുവാനുമുള്ള അധികാരം അവന് കൊടുത്തിട്ടും അവൻ ആ ദൈവികമായ അനുഭവങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു. എല്ലാ ദൈവികമായ കൽപ്പനകളെ അവൻ ലംഘിച്ചു. ദൈവത്തിൽ നിന്ന് അകന്ന് അവൻ വളരെ വിദൂരത്തിലേക്ക് മാറ്റപ്പെട്ടതായി നമുക്ക് കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ആ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്ന് വളരെ ദൂരത്ത് അവന് മറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിൽ ഒരു ദിവസം സർവശക്തനായ ദൈവം ആ മനുഷ്യനെ തേടി വന്ന് അവനോട് ചോദിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു. മനുഷ്യനെ വിളിച്ചു. നീ എവിടെ എന്ന് ചോദിച്ചു. ഇന്ന് ഈ രാത്രികാലവും സുവിശേഷ യോഗങ്ങളിൽ സംബന്ധിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന വാത്സല്യ ദൈവമക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാന്യരായ ദേശനിവാസികളെ, ഞങ്ങളെ ഈ സുവിശേഷ യോഗങ്ങൾ ഇങ്ങനെ ക്രമപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങളോട് സഹകരിച്ച നല്ലവരായ ദേശനിവാസികളെ, ഇന്ന് രാത്രികാലം നീ ആയിരിക്കുന്ന സ്ഥലത്ത് യഹോവയുടെ കണ്ണു നിന്നെ കണ്ടിട്ട് അവൻ വിളിച്ചു ചോദിക്കുകയാണ്, നീ എവിടെയാ? ഒന്നുകൂടെ ആ വാക്യം നമുക്ക് വായിക്കാം. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു. നീ എവിടെ എന്ന് ചോദിച്ചു. ഇന്നും ഈ കുന്നന്താനം ദേശത്തും ഈ ദേശനിവാസികളോടും
ഇവിടെ കൂടപ്പെട്ടിരിക്കുന്ന ദൈവമക്കളോടും പുതുതായി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടും ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുകയാണ്, പ്രിയ സഹോദര നീ എവിടെയാ? പ്രിയ സഹോദരി നീ എവിടെയാ? നിന്റെ ആത്മീയ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ്? ഇന്ന് രാത്രികാലം നിന്റെ ജീവിതത്തിൽ ഒരു വെളിച്ചം പ്രകാശിക്കട്ടെ. ഇന്ന് രാത്രികാലം നിന്റെ ജീവിതത്തിൽ നിന്റെ അന്തരാത്മാവ് ഒന്ന് ഉണരുവാനിടയായി തീരട്ടെ. ലക്ഷ്യമില്ലാതെ നമ്മൾ ഓടി എവിടെ ചെന്ന് അവസാനിക്കോ? പ്രിയപ്പെട്ട ദൈവമക്കളെ, കാലങ്ങൾ തീരാറായി. ലോക സംഭവങ്ങളിലെ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പനാളുകൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് അത് നമ്മുടെ കർത്താവിന്റെ വരവിനായി ഒരുക്കപ്പെടുന്നതിന് മുഖാന്തരമായി തീരട്ടെ. ആകയാൽ ഈ സുവിശേഷ യോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ അന്തരംഗത്തിൽ ഒരു വെളിച്ചം ഉദിക്കുന്നതിന് മുഖാന്തരമായി തീരട്ടെ. ഒരിക്കൽ ഒരു സഹോദരൻ തന്റെ സ്നേഹിതനെ തേടി ഇങ്ങനെ ഒരു ദൂരദേശത്തേക്ക് യാത്രയായി. ഈ ഒരു ഭയങ്കരമായ മഴയും കാറ്റും ഇരുളുമൊക്കെ ഉള്ള ഒരു രാത്രിയാണ്. വഴിയിൽ വേണ്ടത്ര വെളിച്ചമൊന്നുമില്ല. ഇങ്ങനെ ഈ സഹോദരൻ തന്റെ സ്നേഹിതനെ തേടി ഇങ്ങനെ പോവുകയാണ്. വളരെ ദൂരത്ത് നടന്ന് രാത്രി പോവുകയാണ്. ഒരു ഇടവഴിയിലൂടെ നടന്നു പോവുകയാണ്. വീടുകളെല്ലാം നോക്കുമ്പോൾ ഒരുപോലെ ഇരിക്കുന്നു. കരണ്ടില്ല, വെട്ടമില്ല, വെളിച്ചമില്ല. ഇങ്ങനെ മുൻപോട്ട് നോക്കി വളരെ ദൂരം ചെന്നിട്ടും ഈ മനുഷ്യന് തന്റെ സ്നേഹിതന്റെ ഭവനത്തെ കണ്ടെത്തുവാൻ കഴിയുന്നില്ല. അങ്ങനെ ഈ മഴയില്ല, എന്നാൽ തിരിച്ചു പോകാം, അല്ലെങ്കിൽ ഇനി അല്പം കൂടെ മുൻപോട്ട് പോകാമെന്ന് ചിന്തിച്ച് അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ആകാശത്ത് നിന്നൊരു ഇടിമിന്നലുണ്ടായി. ആ ഇടിമിന്നലിന്റെ വെളിച്ചത്തിൽ ആ സ്നേഹിതനെ തേടിപ്പോയ ആ സഹോദരൻ നോക്കിയപ്പോൾ ഒരു ചൂട് താൻ ഇനി മുൻപോട്ട് എടുത്തു വെച്ചിരുന്നെങ്കിൽ അഗാധമായൊരു കൊക്കയിലേക്കാണ് തന്റെ കാലുകൾ പതിയുവാൻ പോകുന്നത്. തന്റെ സ്നേഹിതനെ തേടി ഇരുളുള്ള ഒരു വഴിയിലൂടെ ഇങ്ങനെ പ്രയാണം ചെയ്ത് പോവുകയാണ്. പോകുന്ന വഴിയിൽ ആ ഒരു ആകാശത്തു നിന്ന് ഒരു ഇടിമിന്നലിന്റെ വെളിച്ചത്തിൽ താൻ ചിന്തിച്ചു, ദൈവമേ, ഇനി ഒരു ചുവട് കൂടെ ഞാൻ മുൻപോട്ട് വെച്ചിരുന്നെങ്കിൽ താൻ കാല് വഴുതി അഗാധമായ കൊക്കയിലേക്ക് വീണേനെ. ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തിന്റെ ചൂടുകൾ എങ്ങോട്ടാണ്? വാത്സല്യ ദൈവമക്കളെ, പ്രിയപ്പെട്ട സ്നേഹിതരെ, വാത്സല്യ ദേശനിവാസികളെ, ഇന്ന് രാത്രികാലം നിന്റെ ജീവിതത്തിൽ ഈ സുവിശേഷ മീറ്റിംഗുകൾ നിമിത്തം ഒരു വെളിച്ചം പ്രകാശിച്ചെങ്കിൽ, നിന്റെ കാലടികൾ മുൻപോട്ട് പോകുമ്പോൾ ഭയാനകമായ അനർത്ഥങ്ങൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നീ കണ്ട് നീ ദൈവത്തിങ്കിലേക്ക്, നിന്റെ സൃഷ്ടാവിങ്കിലേക്ക്, നിന്റെ പിതാവിങ്കിലേക്ക് നീ മടങ്ങി വരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രികാലം പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സുവിശേഷ മീറ്റിംഗുകൾ നിമിത്തം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു പ്രകാശം ഉദിച്ചെങ്കിൽ, ഒരു വെളിച്ചം ഉദിച്ചെങ്കിൽ, ഒന്നുകൂടെ നമ്മുടെ ദൈവത്തോട് അടുക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചെങ്കിൽ, അതുകൊണ്ട് ആ സ്നേഹിതനെ തേടി ഇരുളേറിയ ആ വഴിയിലൂടെ യാത്ര ചെയ്ത ആ പ്രിയപ്പെട്ടവന്റെ ജീവിതത്തിൽ ഒരു മിന്നൽ തന്റെ ജീവിതത്തിൽ മുൻപോട്ടുള്ള ചുവടുകളിൽ പതിയിരിക്കുന്നതായ അപകടത്തെ തനിക്ക് വെളിപ്പെടുത്തി കൊടുത്തെങ്കിൽ, ഇന്ന് രാത്രികാലം എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യമില്ലാതെ ചുവടുകൾ മുൻപോട്ട് വെക്കല്ലേ. എങ്ങോട്ടെന്നറിയാതെ പ്രിയ സഹോദരങ്ങളെ നമ്മൾ മുൻപോട്ട് പോകരുത്. ഒരു നിമിഷം നിന്ന് ചിന്തിക്കുക. ദൈവം ചോദിക്കുന്നു, നീ എവിടെയാണ്? നിന്റെ കാലടികൾ എങ്ങോട്ടാണ്? വിശ്വാസപാതയിൽ അവൻ തന്റെ രക്തം നൽകി നിന്നെ വീണ്ടെടുത്തു. തന്റെ പ്രാണനെ നൽകി നിന്നെ രക്ഷിച്ചു. തന്റെ അവസാന തുള്ളി രക്തം വരെയും നിനക്ക് വേണ്ടി ഊറ്റി തന്നു. പ്രിയ ദൈവമേ, ഇന്ന് രാത്രികാലം നിന്റെ ജീവിതത്തെ തിരിഞ്ഞ് ചിന്തിക്കുക. എങ്ങോട്ടാണ് നിന്റെ യാത്ര? എങ്ങോട്ടാണ് നിന്റെ ചുവടുകൾ? ദൈവം നിന്നെ സൃഷ്ടിച്ച ഒരു ഉദ്ദേശത്തോടുകൂടി ദൈവം നിന്നെ സൃഷ്ടിച്ച ഒരു പദ്ധതിയോടുകൂടി ദൈവം നിന്നെ സൃഷ്ടിച്ച് ഈ ലോകത്തിലാക്കിയിരിക്കുകയാണ്. എനിക്കും നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മറന്നു കളയരുത്. ഈ നാളുകളിൽ എത്രയോ ദൈവമക്കൾ, എത്രയോ വിശുദ്ധന്മാർ പ്രത്യാശയോടെ ജീവിച്ച അക്കരെ നാട്ടിലെത്തി. ഇനി എനിക്കും നിങ്ങൾക്കും അല്പകാലങ്ങൾ ദൈവം തന്നിരിക്കുകയാണ്. ചുരുങ്ങിയ നാളുകൾ ദൈവം തന്നിരിക്കുന്നു. ഈ നാളുകളിൽ യഥാർത്ഥമായ ക്രിസ്ത്യാനിത്വത്തിലേക്ക്, യഥാർത്ഥമായ ദൈവാനുഭവങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിഞ്ഞു പോകേണ്ടുന്ന സമയം, കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് ഈ രാത്രികാലം ദൈവത്തിന്റെ ആത്മാവിനാൽ ഞങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ, ദൈവത്തിന്റെ മനുഷ്യൻ വളരെ ദൈവത്തിൽ നിന്ന് അകന്നവൻ പോയപ്പോൾ ഒരു ദിവസം ദൈവം അവനെ തേടി ചെന്നുകൊണ്ട് ചോദിച്ചു, നീ എവിടെയാ? നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ അതിനുത്തരം കൊടുക്കുവാൻ കഴിയുമോ? ഒരു നിമിഷം ഈ പ്രിയ ദൈവമക്കളെ, നിങ്ങളൊന്ന് കണ്ണുകളെ അടച്ച് ആ ഇരിക്കുന്ന സ്ഥലത്ത് മുഴങ്കാലിലൊന്നും ഇരിക്കണമെന്നൊന്നില്ല. ഒരു നിമിഷം നിന്റെ കണ്ണുകളെ അടച്ച് നീ ശോധന ചെയ്യുക. നീ എവിടെയാ? നിന്റെ ആത്മീയ ജീവിതത്തിൽ നീ എവിടെയാ? നിന്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നീ എവിടെയാ? ഇന്ന് രാത്രികാലം ദൈവം നിന്നെ തേടി വരുന്ന രാത്രിയാണ്. ഇന്ന് രാത്രികാലം ദൈവം നിന്നോട് ഇടപെടുന്ന രാത്രിയാണ്. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ശബ്ദം നിന്റെ കാതുകളിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുകയാണ്.
ഒരുപക്ഷെ ദൂരത്തും ചാരത്തുമായി ഈ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കാം. നീ ദൈവത്തിൽ നിന്നകന്ന് മുൻപോട്ട് പോയി വളരെ പരിതാപകരമായ അവസ്ഥയിൽ ആയിരിക്കുന്ന കാഴ്ച നിന്റെ കർത്താവ് കണ്ടിട്ട് ഇന്ന് രാത്രികാലം നിന്നെ അതേ അവസ്ഥയിൽ തള്ളിക്കളയുവാൻ മനസ്സില്ലാതെ, നിന്നെ വിട്ടുകളയുവാൻ മനസ്സില്ലാതെ, തന്റെ ചോര നൽകി നിന്നെ വീണ്ടെടുത്തവൻ നിന്നെ തള്ളിക്കളയുവാൻ മനസ്സില്ലാതെ ഇന്ന് പ്രിയ ദൈവമതിലെ നിന്നെ തേടി വന്നിരിക്കുകയാണ്. അവന്റെ ശബ്ദം നീ കേൾക്കുമോ? അവന്റെ ശബ്ദം നീ കേൾക്കുമോ? ആ കാൽവരി ക്രൂശിൽ പിടഞ്ഞു മരിച്ച യേശു, നിനക്ക് വേണ്ടി പാടുക സഹിച്ച യേശു നിന്നെ ഇമ്പമായി വിളിക്കുന്നത് നീ കേൾക്കുമോ? ആ ക്രൂശിനെ മറികടന്ന് നീ പോകല്ലേ? യേശുവിന്റെ സ്നേഹത്തെ മറികടന്ന് നീ പോകല്ലേ? ആ ദൈവാനുഭവങ്ങളെ വിട്ട് നീ മുൻപോട്ട് പോകല്ലേ? ഇന്ന് രാത്രികാലം നിന്റെ മടങ്ങി വരവിന്റെ രാത്രിയാണ്. ഇന്ന് രാത്രികാലം നിന്റെ കാലടികൾ യഥാസ്ഥാനപ്പെടുന്ന രാത്രികാലമാണ്. ഇന്ന് രാത്രികാലം നിന്റെ ഹൃദയത്തിൽ ഒരു വെളിച്ചം പ്രകാശിക്കുന്ന രാത്രികാലമാണ്. ഇന്ന് രാത്രികാലം നിന്റെ ഉദ്ധാരണങ്ങളുടെ രാത്രിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടാകും. ഞാൻ ഒരിക്കൽ ഒരു പത്രത്തിൽ ഇങ്ങനെ ഫോട്ടോയും ഒരു അമ്മയുടെയും ഒരു മകന്റെയും ഫോട്ടോ കണ്ടു. 18 വർഷമായിട്ട് ഈ മകൻ ഈ മാതാവിന് നഷ്ടപ്പെട്ടിരുന്നു. അവസാനം മലയാള പത്രത്തിൽ ഇപ്രകാരമാണ് കണ്ടത്: 18 വർഷത്തിന് ശേഷം മാതാവിന് തന്റെ മകനെ തിരിച്ചു കിട്ടി. എങ്ങനെയോ ഭവനത്തിൽ നഷ്ടപ്പെട്ടു പോയ മകൻ, അതിനുവേണ്ടി 18 വർഷക്കാലം കാത്തിരുന്ന പ്രിയപ്പെട്ടവരെ, ആ മാതാവ് 18 വർഷത്തിന് ശേഷം ആ നഷ്ടപ്പെട്ടു പോയ തന്റെ പൊന്നോമന പുത്രനെ കണ്ടെത്തിയതിലുള്ള സന്തോഷം കൊണ്ട് ആ മാതാവിന്റെ കണ്ണിൽ നിന്ന് ആനന്ദത്തിന്റെ അശ്രുക്കൾ പൊഴിയുകയായിരുന്നു. ഇന്ന് രാത്രികാലം ഓർമ്മിപ്പിക്കട്ടെ, ദൈവത്തിൽ നിന്ന് അകന്ന് എത്രയോ കാലമായി നീ ജീവിക്കുന്നു. ചിലപ്പോൾ ഒരു ദിവസമായിരിക്കാം, ചിലപ്പോൾ ഒരാഴ്ചയായിരിക്കാം, ചിലപ്പോൾ ഒരു മാസമായിരിക്കാം, ചിലപ്പോൾ ഒരു വർഷമായിരിക്കാം, ചിലപ്പോൾ എത്രയോ വർഷങ്ങളായി ദൈവത്തിൽ നിന്ന് അകന്ന് പ്രിയപ്പെട്ടവരെ നീ വളരെ ദൂരത്തായിരിക്കാം. ഇന്ന് രാത്രികാലം ഓർമ്മിപ്പിക്കട്ടെ, നിന്നെ സ്നേഹിക്കുന്ന നിന്റെ ദൈവം നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്റെ മകൻ എന്ന് മടങ്ങി വരൂ, എന്റെ മകൾ എന്ന് മടങ്ങി വരൂ. പ്രിയ ദൈവമൈതലേ, ഒരു നിമിഷം നീ കണ്ണുകളെ അടച്ച് നിന്റെ വലങ്കരങ്ങളെ ഉയർത്തിക്കൊണ്ട് നീ ദൈവത്തോട് പറ: ഞാൻ നഷ്ടപ്പെട്ടു പോയി, തെറ്റി ഇവിടെ നിന്ന് നാടിനെ പോലെയായിരുന്നു. ഇന്ന് രാത്രികാലം നീ എന്നോടാണ് സംസാരിക്കുന്നത്. ഞാൻ എവിടെയാണെന്ന് നീ എനിക്ക് ബോധ്യപ്പെടുത്തി തരണമേ. എന്റെ അവസ്ഥകൾ എനിക്ക് ബോധ്യപ്പെടുത്തി തരണമേ. എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ. എന്നെ മടക്കി വരുത്തണമേ. ഹല്ലേലൂയ. കരങ്ങളൊന്ന് ഉയർന്നിരിക്കട്ടെ. സ്വർഗത്തിലെ ദൈവം നിന്റെ കരങ്ങൾ കാണട്ടെ. ഇന്ന് രാത്രികാലം പ്രിയ ദൈവമൈതലേ, നീ അവങ്കിലേക്ക് മടങ്ങി വാ. നിന്റെ മടങ്ങി വരവിന് വേണ്ടി അവൻ കാത്തിരിക്കുകയാണ്. അവൻ വേദനയോടെ തന്റെ പൊന്നോമന പുത്രന് വേണ്ടി ഒരു മാതാവ് 18 വർഷം കാത്തിരുന്നെങ്കിൽ എത്രയോ നാളുകളായി നിന്റെ ആത്മീയ ജീവിതത്തിന്റെ യഥാസ്ഥാനത്വത്തിന് വേണ്ടി നിന്റെ ദൈവം നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഇന്ന് രാത്രികാലം നീ മടങ്ങി വരുമോ? ഒരു തീരുമാനം നിങ്ങൾ ഇന്ന് രാത്രികാലം എടുക്കണം. ഇല്ല കർത്താവേ, കഴിഞ്ഞ കാലങ്ങൾ ഞാൻ തെറ്റി വിഴലുന്ന നാടിനെ പോലെയായിരുന്നു. എന്നാൽ ഇന്ന് രാത്രികാലം നീ എന്നെ തേടി വന്നു. ഇതാ ഞാൻ നിന്റെ അടുക്കലേക്ക് വരുന്നു. നിന്നെ സ്നേഹിക്കുന്ന കർത്താവ് ഇന്നുവരെയും കാത്തിരിക്കുകയായിരുന്നു. പ്രിയ സഹോദര, നിന്നോടാണ് ദൈവം സംസാരിക്കുന്നത്. പ്രിയ സഹോദരി, നിന്നോടാണ് സംസാരിക്കുന്നത്. നീ ദൈവത്തിൽ നിന്ന് അകന്ന് 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 വളരെ വിദൂരത്തായി വേദനയോട് ദുഃഖത്തോട് നിന്റെ കാലങ്ങൾ കഴിക്കുന്നത്, നിന്റെ അനുഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി നീ ജീവിക്കുന്നത് നിന്റെ കർത്താവ് കണ്ട് ഇന്ന് രാത്രികാലം നിന്നോട് മനസ്സറിയുകയാ. നീ മടങ്ങി വരുമോ? നീ മടങ്ങി വരുമോ? നീ മടങ്ങി വരുമോ? യേശു ആണിപ്പാടുള്ള കരങ്ങൾ നീട്ടി നിന്നെ വിളിക്കുകയാണ്. ഓ, ആ വേദനിക്കുന്ന, വേദന പിടഞ്ഞ് കഷ്ടമനുഭവിക്കുന്ന യേശുവിന്റെ ക്രൂശിനെ മറികടന്ന് നീ പോകല്ലേ. ഇന്ന് രാത്രികാലം നിന്റെ ജീവിതത്തിൽ ഒരു പ്രകാശം ഉദിക്കട്ടെ. നിന്റെ ഹൃദയത്തിൽ ഒരു പ്രകാശം ഉദിക്കട്ടെ. കർത്താവ് നിന്നെ വിളിക്കുകയാണ്. യേശു നിന്നെ വിളിക്കുകയാണ്. അവന്റെ ആണിപ്പാടുള്ള കരങ്ങൾ നീട്ടി നിന്നെ വിളിക്കുകയാണ്. നീ എവിടെ? നീ മടങ്ങി വരുമോ? യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു, സ്നേഹമോടെ
യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. പ്രിയ സഹോദര, പ്രിയ ദൈവമേ, പ്രിയപ്പെട്ട ദേശനിവാസികളെ, ഇന്ന് രാത്രികാലം ദിവ്യമായ അനുഭവത്തിലേക്ക് നിന്റെ കർത്താവ്, നിന്റെ രക്ഷകൻ നിന്നെ വിളിക്കുകയാണ്. ആണിപ്പാടുള്ള രക്തം വാർന്നൊഴുകുന്ന ആ കരങ്ങൾ നീട്ടി നിന്നെ വിളിക്കുകയാണ്. നീ ദൈവത്തിൽ നിന്ന് എത്രയോ ദൂരത്തായിരിക്കുന്നു. നീ നിന്റെ ദൈവത്തിങ്കിലേക്ക് അടുത്തുവാ, നീ നിന്റെ കർത്താവിങ്കിലേക്ക് മടങ്ങിവാ. യഥാർത്ഥമായ വിശ്വാസ പാതയിലേക്ക് നിന്റെ കാലുകളെ നീ എടുത്തു വെക്ക്. വഴുതിപ്പോയ കാലടികളെ യഥാർത്ഥമായ പാതയിലേക്ക് ഇന്ന് രാത്രികാലം നീ തിരികെ വെക്കുമെങ്കിൽ നിന്റെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ കർത്താവ് നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. നിന്റെ കർത്താവ് നിന്റെ തലമുറകളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ അനുഭവത്തെ വളരെ മനോഹരമായി അവതരിപ്പിക്കുകയുണ്ടായി. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 11 മുതലുള്ളതായ വാക്യങ്ങളെ നമുക്ക് വായിക്കാം. പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 ശ്രദ്ധിക്കണമേ. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ തന്റെ 3.5 വർഷക്കാലത്തെ പരസ്യ ശുശ്രൂഷയിൽ നഷ്ടപ്പെട്ടുപോയ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് വളരെ മനോഹരമായി അവതരിപ്പിച്ച, പറഞ്ഞ് പഠിപ്പിച്ച ഒരു അനുഭവമാണ് ഇവിടെ നമ്മൾ വായിച്ചു കേൾക്കുന്നത്. വായിക്കാം. പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പാ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ കാര്യമാണ്. ഞാൻ ആദ്യമേ ഓർമ്മിപ്പിച്ചല്ലോ, നൂതനമായ കാര്യങ്ങളൊന്നും പറയുവാനില്ല. വേദപുസ്തകം എന്ന് പറയുന്നത് ഈ 66 പുസ്തകങ്ങളേ ഉള്ളൂ. ഇതിൽ നിന്ന് അങ്ങനെ ഇങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് തരുന്നതനുസരിച്ച് ദൈവത്തിന്റെ ആലോചനകൾ നമ്മൾ ഏറ്റെടുത്തുകൊള്ളണം. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട് പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും നൂതനമായ എന്തെങ്കിലും ഞങ്ങൾക്ക് നൽകുവാൻ കഴിയുന്നില്ല എങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നൽകുവാൻ കഴിയും. അതുകൊണ്ട് ഇപ്രകാരമാണ് പറയുന്നത്. ഇളയ മകൻ അപ്പനോട് ഇപ്രകാരം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അപ്പാ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ. ചോദിച്ചില്ല, എനിക്ക് വരേണ്ടുന്ന പങ്ക്. ന്യായമായ കാര്യമാണ്. ഇന്നത്തെ ലോകത്തിൽ പ്രിയപ്പെട്ടവരെ വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. മക്കൾ സമ്പാദിക്കാത്ത സ്വത്ത് പോലും മാതാപിതാക്കളെ വിരട്ടി വാങ്ങിക്കുന്ന ലോകമാണ് ഇന്നത്തെ ലോകം. എന്തുമാകട്ടെ, അങ്ങനെ ഈ മകനും പിതാവിനോട് ചോദിച്ചു, അപ്പാ, എനിക്ക് വരേണ്ടുന്ന പങ്ക്, വിഹിതം തരണമേ. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. അപ്പനല്ലേ അപ്പനായിരുന്നു. ഇന്നത്തെ കാലത്താണ്ടി നമ്മൾ അങ്ങനെ ചെയ്യത്തില്ല. വരട്ടെ, എന്റെ കാലമൊക്കെ കഴിയട്ടെ, അല്ലെങ്കിൽ വിൽപ്പത്രമൊക്കെ എഴുതി വെച്ച് മക്കളെയൊക്കെ ഒന്ന് മര്യാദ പഠിപ്പിച്ചിട്ട് മാതാപിതാക്കളുടെ കാലമൊക്കെ കഴിയുമ്പോൾ വേണേ കൊടുക്കും. വളരെ താഴ്മയോടെ ഈ തരുണത്തിൽ ഓർമ്മിപ്പിക്കാൻ കൊള്ളത്തില്ലെങ്കിലും ഓർമ്മിപ്പിക്കട്ടെ. മാതാപിതാക്കളെ കുഞ്ഞുങ്ങൾ പ്രായവും പക്വതയൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാനുള്ള കൊടുത്ത് നിങ്ങൾ സ്വസ്ഥമായിട്ട് കഞ്ഞിയും വെള്ളവും വല്ലതും കൂടി ജീവിക്കണം. അതാണ് ഉചിതം. മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ പ്രായവും പക്വതയൊക്കെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കൾ അവർക്ക് കാര്യങ്ങളെ കൊടുത്തിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കണം. ഇല്ലെങ്കിൽ പ്രയാസമാണ് ഇന്നത്തെ കാലത്ത്. അതുകൊണ്ട് ഇവിടെ അപ്പനാ കാര്യമൊക്കെ അറിയാം. ചോദിച്ച വഴി ഉടനെ തന്നെ ഒരു ആധാര എഴുത്തുകാരനെ വിളിച്ചു, ഒരു സർവേയറെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അളന്ന് അഴി കൊടുത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു. നിനക്കുള്ളതിരിക്കട്ടെ. അല്ലേ അപ്പന്. എന്താണ് സംഭവം?
ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. അങ്ങനെയാ ഇന്നെല്ലാം ഇപ്പൊ ഈ കുന്നന്താനമൊക്കെ വിട്ടിട്ട് ഇനി തിരുവനന്തപുരത്തേക്കും എറണാകുളത്തേക്കും ഫ്ളാറ്റ് വാങ്ങിക്കാനുള്ള പരിപാടിയാണ് കുഞ്ഞുങ്ങൾ. ഈ പ്രായമായ അപ്പച്ചനെ അമ്മച്ചിയെല്ലാം പാന്റും ഷർട്ടും ഇടിച്ച് ഫ്ലൈറ്റെ കയറ്റി അമേരിക്കയ്ക്കും ലണ്ടനും ഗൾഫിനൊക്കെ കൊണ്ടുപോവുകയാണ്. എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്ത ഈ പാവപ്പെട്ട മാതാപിതാക്കള് അവരുടെ അന്തരീക്ഷത്തിൽ കിടന്ന് മരിക്കട്ടെ എന്നൊരു ചിന്ത ഈ കുഞ്ഞുങ്ങൾക്ക് വരുന്നില്ല. അവസാനം കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു? ഇതെല്ലാം ഈ ഇളയ മകൻ വിറ്റ് ഇതെല്ലാം സ്വരൂപിച്ചിട്ട് താനൊരു കാര്യം ചെയ്തു, അങ്ങ് വിദേശത്തേക്ക് വളരെ ദൂരത്തേക്ക് യാത്രയായി. അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു. അവൻ എങ്ങനെയൊക്കെയോ ജീവിച്ചു, ദുർനടപ്പുകാരനായി ജീവിച്ചു. വസ്തു നാനാവിധമാക്കി. പ്രിയപ്പെട്ടവരെ ഒന്ന് ഓർക്കണം, നമുക്കും ദൈവസന്നിധി വിട്ട് അകലാൻ പറ്റും. പിതാവിന്റെ ഭവനത്തെ വിട്ട്, ആത്മീക അനുഭവങ്ങളെ വിട്ട് നമുക്കും വളരെ ദൂരത്തേക്ക് പോകാൻ പറ്റും. ദൈവത്തിൽ നിന്ന് ഈ മകൻ ദൂരത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നും ദൈവസന്നിധിയിൽ നിന്നും അകന്ന് വളരെ ദൂരത്തേക്ക് പോയി എന്നാണ് അർത്ഥം. ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ദൂരത്തേക്ക് പോകാം, ദൈവസന്നിധി വിട്ട് അകലാം, ആ പിതാവിന്റെ ഭവനത്തെ വിട്ട് നമുക്ക് മുൻപോട്ട് പോകാം, ആ സൗഭാഗ്യകരമായ അനുഭവങ്ങളിട്ട് മുൻപോട്ട് പോകാം. പക്ഷേ അധികം കാലം നമ്മുടെ നന്മകളൊന്നും നിലനിൽക്കുകയില്ല, അധികം കാലം നമ്മുടെ അനുഗ്രഹങ്ങളും നിലനിൽക്കുകയില്ല. ഈ പാവപ്പെട്ട അപ്പൻ കൊടുത്ത മുതലെല്ലാം സ്വരൂപിച്ചിട്ട് ഇദ്ദേഹം എന്താണ് ചെയ്തത്? ഇതെല്ലാം വിറ്റ് സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. ദുർനടപ്പുകാരനായി ജീവിച്ച് വസ്തു നാനാവിധമാക്കി കളഞ്ഞു. പോയപ്പോഴെല്ലാം ഉണ്ടായിരുന്നു, എന്നാൽ അല്പകാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഒന്നൊന്നായി നഷ്ടപ്പെടുവാൻ തുടങ്ങി. തന്റെ പ്രാർത്ഥനാനുഭവം നഷ്ടപ്പെടുവാൻ തുടങ്ങി, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നഷ്ടപ്പെടുവാൻ തുടങ്ങി, കൃപകൾ നഷ്ടപ്പെടുവാൻ തുടങ്ങി, കൃപാവരങ്ങൾ നഷ്ടപ്പെടുവാൻ തുടങ്ങി, ആത്മീക അനുഭവങ്ങൾ നഷ്ടപ്പെടുവാൻ തുടങ്ങി. എല്ലാം പതിയെ നഷ്ടപ്പെട്ട്, പ്രിയപ്പെട്ടവരെ, ഇപ്രകാരമാണ് അതിന്റെ 14-ാം വാക്യത്തിൽ വായിക്കുന്നത്. എല്ലാം ചിലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിനമായൊരു ക്ഷാമമുണ്ടായി. പ്രിയ ദൈവപൈതലിനെ ഓർമ്മിപ്പിക്കട്ടെ, ഇന്ന് നിന്റെ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും, ഇന്ന് നിന്റെ ജീവിതത്തിലുള്ള സകല പ്രശ്നങ്ങൾക്കും, സകല പ്രയാസങ്ങൾക്കും കാരണം എന്താണെന്നറിയാമോ? നീ ദൈവത്തിൽ നിന്നകന്ന് വളരെ ദൂരത്തായിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് രാത്രികാലം പ്രിയപ്പെട്ട ദൈവമക്കളെ ഓർമ്മിപ്പിക്കട്ടെ, ഒരു സത്യം നീ മനസ്സിലാക്കണം. ഇന്ന് നീ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, ഇന്ന് നിന്റെ ജീവിതത്തിലുള്ളതായ വെല്ലുവിളികൾ, നീ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ, നീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഈ ഞെരുക്കങ്ങൾ, ഈ കഠിനമായ ക്ഷാമം, എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഒന്നുകൂടെ വായിക്കാം. 15-14. എല്ലാം ചിലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിനമായ ക്ഷാമം. ആ ദേശം എന്ന് പറയുന്നത് ആ പാവപ്പെട്ടവന്റെ, ആ വീട് വിട്ടുപോയ, അപ്പനെ വിട്ടകന്നുപോയ, ആ പിതൃഭവനത്തെ വിട്ടകന്നുപോയ ആ മനുഷ്യന്റെ ജീവിതത്തിൽ, ആ ഇളയ പൈതലിന്റെ ജീവിതത്തിൽ കഠിനമായൊരു ക്ഷാമമുണ്ടായി. വളരെ കഷ്ടങ്ങൾ, വളരെ പ്രയാസങ്ങൾ. ഇന്ന് രാത്രികാലം ദൈവമക്കളെ ചിന്തിക്കണമേ. നമ്മുടെ ജീവിതം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുവോ? നമ്മുടെ ജീവിതം പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നുവോ? നമ്മുടെ ജീവിതം ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നുവോ? ഇന്ന് നീ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണോ? പ്രതിസന്ധികൾ, പരീക്ഷകൾ, പരിശോധനകൾ ഒക്കെ നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്നുണ്ടോ? അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, നീ നിന്റെ പിതാവിന്റെ ഭവനത്തെ വിട്ട് ദൂരത്ത് പോയതുകൊണ്ടാണ്. നീ നിന്റെ പിതാവിന്റെ ഭവനത്തിൽ നിനക്കുണ്ടായിരുന്ന സമസ്തവും നഷ്ടപ്പെടുത്തിയതുകൊണ്ടാണ്. ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ചു നോക്ക്. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു കാലത്ത്, നമ്മുടെ കർത്താവിനെ അറിഞ്ഞ കാലത്തുണ്ടായിരുന്ന സന്തോഷം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ദൈവം നമുക്ക് നൽകിയ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ, കർത്താവിന്റെ ശുശ്രൂഷകൾ ഞാനും നിങ്ങളും ഓരോരുത്തരും നമ്മൾ ഒരു ആരംഭിച്ച കാലത്തുണ്ടായിരുന്ന അനുഭവങ്ങൾ എത്ര പേർക്കുണ്ടെന്ന് പറയാൻ കഴിയും? എന്റെ ദൈവം എന്നെ രക്ഷിച്ച നാളിൽ, ഞാൻ സ്നാനപ്പെട്ട നാളിൽ, ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച നാളിൽ, ഈ അപ്പോസ്തലികമായ കൂട്ടായ്മയിലും ഉപദേശത്തിലും കടന്നു വന്ന നാളിൽ ഉള്ള സന്തോഷം ഉണ്ടെന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? അതേ കർത്താവേ, നീ എനിക്ക് തന്ന അഭിഷേകം ഇന്നുമുണ്ട്, എന്റെ പ്രാർത്ഥനാനുഭവങ്ങൾ ഇന്നുമുണ്ട്, എന്റെ വിശ്വാസ ജീവിതത്തിൽ ആ നല്ല നല്ല അനുഭവങ്ങൾ എനിക്ക് ഇന്നുമുണ്ട്, നല്ല നല്ല സ്വഭാവങ്ങളുണ്ട്. ഒരു കാലത്ത് ദൈവസന്നിധിയിൽ കടന്നു വന്നാൽ ആത്മാവിൽ നിറഞ്ഞ് ശക്തമായ ദൈവത്തെ ആരാധിച്ച് കൃപകളും കൃപാവരങ്ങളൊക്കെ ജലിപ്പിച്ച്, ഇതായിരുന്നു പെന്തക്കോസ്തിന്റെ പ്രാരംഭകാലമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഇതിന്റെ അകത്ത് ജനിച്ചു വളർന്ന വ്യക്തിയൊന്നുമല്ല. ഇതിനെ ആദ്യകാലങ്ങൾ എന്നെ പരിചയപ്പെടുത്തിയത്, അപ്പച്ചൻ പരിചയപ്പെടുത്തിയത് ഇത് തീ പെന്തക്കോസ്താണ്.
ദി പെന്തക്കോസ്ത് അല്ല, കീ പെന്തക്കോസ്ത്. അന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാലത്ത് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന സമയത്ത് ആ പെന്തക്കോസ്തിന്റെ അനുഭവങ്ങളെ അനുഭവിച്ചറിഞ്ഞവനാണ് ഞാൻ. അത് കണ്ടിട്ടാണ് സാമുദായിക അനുഭവങ്ങളൊക്കെ വിട്ടെറിഞ്ഞ് ഈ വിശ്വാസമാർഗത്തിലേക്ക് കടന്നു വന്നത്. ഒരു കാര്യം എനിക്കറിയാം, ഞാൻ എന്തിനാ നിങ്ങളെ വിധിക്കുന്നത്? ആ ആരംഭകാലത്തിലുണ്ടായിരുന്ന അനുഭവങ്ങൾ ഇന്ന് എന്റെ ജീവിതത്തിലുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഒരു കൊടും തണുപ്പത്ത് ഒരു മൾട്ടി ഫ്ലോറി ബിൽഡിങ്ങിന്റെ പുറത്ത് കേവലം ഒരു ന്യൂസ് പേപ്പർ വിരിച്ച് കൊടും തണുപ്പത്തിരുന്ന് പ്രാർത്ഥിച്ച അനുഭവങ്ങൾ എന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഇന്ന് വേദനയോടെ ഞാൻ ഓർക്കുകയാണ്. ഇന്ന് സമയമുള്ളത് കൊണ്ടാണോ ഇല്ലാഞ്ഞത് കൊണ്ടാണോ അങ്ങനെയുള്ള അനുഭവങ്ങൾ എനിക്കില്ല. ദൈവത്തിൽ വന്നിരുന്ന നന്നായി ആരാധിക്കുമായിരുന്നു, സമയം കണ്ടെത്തി പ്രാർത്ഥിക്കുമായിരുന്നു, കൃപകളും കൃപാവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നല്ല ആത്മീയ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രികാലം പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന, ആത്മീകമായ ജീവിതത്തിലും ഭൗതികമായ ജീവിതത്തിലും അനുഭവിക്കുന്ന ഈ നഷ്ടങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും ദുഃഖങ്ങളും ആ കഠിനമായ ക്ഷാമത്തിന്റെ അവസ്ഥകൾ ഓർക്കണമേ. ഞാനും നിങ്ങളും ദൈവത്തിൽ നിന്ന് അകന്നു പോയത് കൊണ്ടാണ്. ഇന്ന് രാത്രികാലം ദൈവത്തിൽ നിന്ന് അകന്നു പോയ ദൈവമക്കളെ അവൻ നമ്മെ മാടി വിളിക്കുകയാണ്. ഒരവസരം കൂടെ കർത്താവിന്റെ വരവിന് മുന്നമേ നമുക്ക് നൽകുകയാണ്. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ, യഥാർത്ഥമായ ദൈവാനുഭവങ്ങൾ മടങ്ങി വരുവാൻ, യഥാർത്ഥമായ വിശ്വാസ ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക് മടങ്ങി വരുവാൻ, ഒന്നുകൂടെ നമ്മുടെ ജീവിതത്തെ പുതുപ്പിക്കുവാൻ, ഒന്നുകൂടെ നമ്മുടെ ആത്മീയ ജീവിതത്തെ മെച്ചപ്പെടുത്തുവാൻ, ഒന്നുകൂടെ നമ്മുടെ കർത്താവിനോട് അടുക്കുവാൻ, ഒന്നുകൂടെ നമ്മുടെ ആത്മീയ ജീവിതത്തെ മെച്ചപ്പെടുത്തുവാൻ തിരുവെഴുത്തുകളെ നമ്മൾ വായിക്കുമ്പോൾ യിരെമ്യാ പ്രവചന പുസ്തകം 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ഒന്ന് വായിക്കാം. യിരെമ്യാ പ്രവചന പുസ്തകം 3-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. നീ ചെന്ന് വടക്കോട്ട് നോക്കി ഈ വചനങ്ങളെ വിളിച്ചു പറക. നീ ചെന്ന് വടക്കോട്ട് നോക്കി ഈ വചനങ്ങളെ വിളിച്ചു പറക. വിശ്വാസത്യാഗിനിയായ ഇസ്രായേലേ, മടങ്ങി വരിക എന്ന് യഹോവയുടെ അരുളപ്പാട്. മടങ്ങി വരിക എന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ കുന്നന്താനത്ത് നടത്തപ്പെടുന്ന സുവിശേഷ യോഗങ്ങളിലൂടെ ഇവിടെ കൂടപ്പെട്ടവരോടും ഈ ദേശത്തുള്ളവരോടും വിളിച്ചു പറയുകയാണ്, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക എന്ന്. ഒന്നുകൂടെ വാക്യം വായിക്കാം. നീ ചെന്ന് വടക്കോട്ട് നോക്കി, നീ ചെന്ന് വടക്കോട്ട് നോക്കി ഈ വചനങ്ങളെ വിളിച്ചു പറക. വിശ്വാസത്യാഗിനിയായ ഇസ്രായേലേ, മടങ്ങി വരിക എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവത്തിന്റെ കരം നിന്റെ മേൽ ഭാരമാകുന്നതിന് മുന്നമേ, ദൈവം നിന്നെ പറിച്ചെറിയുന്നതിന് മുന്നമേ, എന്നേക്കുമായി നഷ്ടപ്പെടുന്നതിന് മുന്നമേ, ഇന്ന് രാത്രികാലം എനിക്കും നിങ്ങൾക്കും ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ അവസരം തന്നിരിക്കുകയാണ്. നാം ഇന്ന് എവിടെയായിരിക്കുന്നു? നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ നിലവാരമെന്ത്? വിശ്വാസ ജീവിതത്തിന്റെ നിലവാരമെന്ത്? ഒരു കാലത്ത് ഞാൻ ഈ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ സമയത്ത് ദൈവം എനിക്കൊരു വെളിപ്പാട് തന്നു. ആ വെളിപ്പാട് ഇങ്ങനെയായിരുന്നു: 1 വർഷമോ 2 വർഷമോ എത്ര കാലമോ നടത്തിപ്പുകാർ എന്നെ ഒരു സ്ഥലത്ത് അയക്കുമ്പോൾ ആ 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷം ചെയ്യുന്ന ശുശ്രൂഷ കാലയളവിൽ ഒരു ആത്മാവെങ്കിലും പുതുതായിട്ട് വന്നിട്ടില്ല എങ്കിൽ എന്റെ ശുശ്രൂഷയെ ദൈവം അംഗീകരിച്ചിട്ടില്ല എന്നൊരു ശബ്ദം കേട്ടാണ് സുവിശേഷ വേലയ്ക്ക് ഞാൻ പ്രാരംഭ സ്റ്റെപ്പുകൾ വെക്കുന്നത്. ദൈവത്തിന്റെ കൃപയാൽ ഞാൻ പറയട്ടെ, ആ ഒരു എരിവോടെയാണ് ജീവിക്കുന്നത്. പലപ്പോഴും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഉദാസീനനായി, പ്രിയപ്പെട്ടവരെ, മടിയനായി അനേക ആത്മാക്കൾ രക്ഷിക്കപ്പെടുവാൻ ഉള്ളപ്പോൾ, അനേക കർത്താവിനെ അറിയാതിരിക്കുമ്പോൾ ഒരലസനെ പോലെ, യോനായെ പോലെ ഞാൻ കിടന്നുറങ്ങിപ്പോയിട്ടുണ്ട്. ഓർക്കണമേ, ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തിൽ ഒരു മടങ്ങി വരവ് ആവശ്യമാണ്. യഥാർത്ഥമായ ദൈവാനുഭവങ്ങളിലേക്ക് മടങ്ങി വരണം, യഥാർത്ഥമായ പ്രത്യാശയിലേക്ക് മടങ്ങി വരണം, യഥാർത്ഥമായ അഭിഷേകത്തിലേക്ക് മടങ്ങി വരണം, യഥാർത്ഥമായ പ്രാർത്ഥന അനുഭവങ്ങളിലേക്ക് മടങ്ങി വരണം, യഥാർത്ഥമായ വിശുദ്ധ ജീവിതത്തിലേക്ക് മടങ്ങി വരണം, യഥാർത്ഥമായ മാനസാന്തര അനുഭവത്തിലേക്ക് മടങ്ങി വരണം, യഥാർത്ഥമായ വിശ്വാസ സ്നാന അനുഭവത്തിലേക്ക് മടങ്ങി വരണം. നഷ്ടപ്പെട്ടു പോയ നിന്റെ കൃപകളെയും കൃപാവരങ്ങളെയും നീ തിരികെ വാങ്ങണം. പ്രിയപ്പെട്ടവരെ, വീണ്ടും ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു. കഠിനമായൊരു ക്ഷാമം അവന് വന്നു. അവിടെ സാധാരണ അവൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ ജീവികൾക്ക് കൊടുക്കുന്ന ആഹാരം പോലും കിട്ടാതെ വന്നപ്പോൾ, ആ ഭാഗം വായിക്കാം. അപ്പോൾ അവന് സുബോധം വന്നിട്ട്, ശ്രദ്ധിക്കണമേ, എന്താണ് ഈ നാളുകൾ നമുക്ക് വേണ്ടത്? എന്താണ് ആത്മീയ ജീവിത അനുഭവം എന്ന് പറയുന്നത്? ഇവിടെ ഇപ്രകാരമാണ് വായിക്കുന്നത്: അവനെല്ലാം നഷ്ടപ്പെടുത്തി. പിതാവിന്റെ ഭവനത്തിൽ മനോഹരമായ വിരുന്നുമേശയുണ്ടായിരുന്നു, നല്ല നല്ല ആഹാരങ്ങൾ ഉണ്ടായിരുന്നു, നല്ല നല്ല വസ്ത്രമുണ്ടായിരുന്നു, പരിചാരകളുണ്ടായിരുന്നു. ഒരല്ലലുമില്ല, അലച്ചിലുമില്ല, സുഭിക്ഷമായി അവൻ ജീവിച്ചു. എല്ലാ സന്തോഷവും സൗഭാഗ്യകരമായ ജീവിതം. ഒരു സുപ്രഭാതത്തിൽ അവന് തോന്നി, ഇതിനപ്പുറത്ത് മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊരു ചിന്ത, ഇതിനപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊരു ചിന്ത. നമ്മുടെ
നമ്മുടെ സാധാരണ നമ്മുടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ +2 കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർക്ക് സേലത്തും കൊയിലാണ്ടിയിലും കോയമ്പത്തൂരൊക്കെ പോകണമെന്നൊരു ചിന്തയാണ്. നാട്ടിൽ ഇന്ത്യയിൽ കേരളത്തിൽ എത്രയോ നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതൊന്നും വേണ്ട. +2 കഴിഞ്ഞാൽ ഉടനെ സേലം, അല്ലെങ്കിൽ കോയമ്പത്തൂര്, അല്ലെങ്കിൽ ബാംഗ്ലൂര്. കാരണം എന്താ? ഈ മാതാപിതാക്കളുടെ പരിചരണത്തിൽ കാരണം അവർ മടുത്തു. ഈ നിയന്ത്രണം അവർ ഇഷ്ടപ്പെടുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇതിനപ്പുറത്ത് എന്തൊക്കെയോ ഉണ്ടെന്നുള്ള ചിന്ത. അങ്ങനെ ബാംഗ്ലൂര് മാതാപിതാക്കള് ആരാധനയുണ്ടോ, സൗകര്യമുണ്ടോ, വിശുദ്ധന്മാരുണ്ടോ ഒന്നും നോക്കുന്നില്ല. എവിടെയെങ്കിലുമുള്ള ഒരു കോളേജിൽ കൊണ്ടുവന്ന് അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കും. ഒരു കാലത്ത് മുന്നിൽ ഇരുന്ന് കൈയടിച്ച് ആത്മാവിൽ നിറഞ്ഞ കുട്ടികളൊക്കെ 1 വർഷം കഴിഞ്ഞ് എഞ്ചിനീയറിംഗും ബിടെക്കും എല്ലാം കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഏതെങ്കിലും തൂണിന്റെ പുറകിൽ ഇങ്ങനെ കുത്തിയിരിക്കുന്ന കാണാം. എവിടെ പോയി അഭിഷേകത്തിന്? ആത്മനിർഭം എവിടെ പോയി? ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, കഴിവുള്ളിടത്തോളം കേരളത്തിലെ കുട്ടികളെ കേരളത്തിന് വെളിയിൽ പഠിപ്പിക്കാൻ വിടാതിരിക്കുന്നതാണ് ആത്മീയ ജീവിതത്തിന് നല്ലത്. ചിലപ്പോൾ എഞ്ചിനീയർ ആയേക്കാം, ചിലപ്പോൾ ഡോക്ടർ ആയേക്കാം, BSc നഴ്സിംഗ് കിട്ടിയേക്കാം, എല്ലാം നല്ലതാണ്. പക്ഷെ ആത്മീയം നഷ്ടപ്പെട്ടു പോയാൽ എന്താണ് പ്രയോജനം? മുഴുവൻ ലോകവും നേടിയിട്ട് പ്രിയ സഹോദരങ്ങളെ, ആത്മീയ ജീവിതത്തെ നഷ്ടപ്പെടുത്തിയാൽ, വിശ്വാസ ജീവിതത്തെ നഷ്ടപ്പെടുത്തിയാൽ എന്താണ് പ്രയോജനം? വിശുദ്ധന്മാരുടെ കൂട്ടായ്മയില്ലാത്ത സ്ഥലങ്ങളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞയക്കല്ലേ. ആത്മീയ അനുഭവങ്ങൾ നഷ്ടപ്പെട്ട് നമുക്കൊന്നും വേണ്ട. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിന് കേടുവരുത്തുന്ന, നമ്മുടെ ആത്മീയത്തിന് കേടുവരുത്തുന്ന ഒരു നന്മയും നമുക്ക് വേണ്ട. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, നീ ഒഴികെ എനിക്കൊരു നന്മയും ഇല്ല. എന്നാൽ അങ്ങനെയല്ല, നീ ഒഴികെ, നിന്നെ ഒഴികെ എനിക്ക് ഒരു നന്മയും വേണ്ട. എന്റെ ദൈവത്തെ വിട്ടിട്ട് ഒരു നന്മയും എനിക്ക് വേണ്ട. ദൈവത്തെ വിട്ടിട്ട് ഒരു അനുഗ്രഹവും എനിക്ക് വേണ്ട. എന്റെ തലമുറകൾക്ക് വേണ്ട. പ്രിയപ്പെട്ടവരെ, പഠിച്ച് എഞ്ചിനീയർ ആയില്ലേലും ഡോക്ടർ ആയില്ലേലും ഒന്നും വേണ്ട. ദൈവഭയത്തോടും ഭക്തിയോടും കൂടെ ജീവിക്കുന്ന തലമുറകൾ ഉണ്ടെങ്കിൽ അത് ആ കുടുംബത്തിന് അനുഗ്രഹമാണ്. ഇന്നതല്ലേ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ചെറുപ്പക്കാരൻ പിതാവിനോട് പറഞ്ഞു, ഉള്ളതൊക്കെ എനിക്ക് താ. അവനെല്ലാം സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. അവിടെ ചെന്ന് ഉള്ള മുതലെല്ലാം നഷ്ടപ്പെടുത്തി. അവനൊരു ജോലി കിട്ടാതെയായി. അവനാകപ്പാട് ഭാരപ്പെട്ടു, അവനാകപ്പാട് വേദനപ്പെട്ടു. അങ്ങനെ ഇരുന്നപ്പോൾ അപ്പോൾ അഭാഗമായി. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ Then he came into right senses. അപ്പോൾ അവന് സുബോധം ഒന്നും എഴുതിയിരിക്കുന്നത്. Then he came into right senses. അവൻ യഥാർത്ഥമായ, അപ്പോഴാണ് അവന് തലയ്ക്ക് ലെവല് വീണത്. നാടൻ ഭാഷ, ഒരു കൊളോക്കിയൽ ലാംഗ്വേജ് ഉപയോഗിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അവന് സുബോധം വന്നു. പ്രിയപ്പെട്ടവരെ, അവന് സുബോധം വന്നത് എപ്പോഴാണ്? എല്ലാം നഷ്ടപ്പെട്ടു പോയി. അവന്റെ അപ്പന്റെ വീട്ടിൽ നിന്ന് അവൻ അകന്നു. അവന്റെ അപ്പന്റെ വിരുന്നുമേശയിലുണ്ടായിരുന്ന വിഭവങ്ങൾ നഷ്ടപ്പെട്ടു. മനോഹരമായ ആഹാരങ്ങൾ നഷ്ടപ്പെട്ടു. നല്ല മനോഹരമായ വസ്ത്രങ്ങൾ നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ട് അവനൊന്നും കിട്ടാതെ കഠിനമായ ഒരു ക്ഷാമത്തിലേക്ക് വന്നപ്പോൾ, പരിതാപകരമായ അവസ്ഥയിലേക്ക് വന്നപ്പോൾ, വേദനാജനകമായ അനുഭവത്തിലേക്ക് വന്നപ്പോൾ, എങ്ങും ആശ്രയമില്ലാതെ വന്നപ്പോൾ, വയറ് വിശക്കാൻ തുടങ്ങിയപ്പോൾ, ഭാരങ്ങൾ ജീവിതത്തിൽ നേടി വന്നപ്പോൾ, പ്രതിസന്ധികൾ ഒന്നിനു പുറകെ അവന്റെ ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ചപ്പോൾ അവന് സുബോധം വന്നു. അപ്പോൾ അവന് സുബോധം വന്നിട്ട് അവൻ എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ, അവൻ ചിന്തിക്കാൻ തുടങ്ങി. സുബോധം വരുമ്പോഴാണ് നമ്മൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കത്തുള്ളൂ. ഇന്ന് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം യഥാർത്ഥമായ റൈറ്റ് സെൻസ് അവനില്ല, യഥാർത്ഥമായ ബോധം അവനില്ല. യഥാർത്ഥമായ ബോധം അവൻ വന്നു കഴിയുമ്പോൾ അവൻ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, ഒരു 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. എന്താണ് സുബോധം? നാം എവിടെ ആയിരുന്നുവെന്നും ഇപ്പോൾ എവിടെ ആയിരിക്കുന്നു എന്നുള്ളതുമായ അറിവാണ് സുബോധം. ശ്രദ്ധിച്ച് കേട്ടോണം. എഴുതിയെടുത്താലും തെറ്റൊന്നുമില്ല. ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം ഇന്ന് എന്നെ സംബന്ധിച്ച് ഓർമ്മക്കുറവാണ്. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നാളെ ചിലപ്പോൾ ഓർക്കത്തില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം എഴുതി വെക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്ന് സുബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് നീ എവിടെ ആയിരുന്നുവെന്നും ഇപ്പോൾ എവിടെ ആയിരിക്കുന്നു എന്നുള്ള അറിവാണ് സുബോധം. എനിക്കും നിങ്ങൾക്കും ഇന്ന് രാത്രികാലം ആ സുബോധമുണ്ടാകട്ടെ. വാത്സല്യ ദൈവമക്കളെ, ഒരു കാലത്ത് നാം എവിടെയായിരുന്നു? ആ പിതാവിന്റെ ഭവനത്തിലായിരുന്നു. അവിടെ വിഭവസമൃദ്ധമായ ആഹാരമുണ്ടായിരുന്നു, മനോഹരമായ വസ്ത്രമുണ്ടായിരുന്നു, ആ നല്ല വീഞ്ഞുണ്ടായിരുന്നു, സ്വർഗീയമായ സന്തോഷമുണ്ടായിരുന്നു, പരിചാരകരുണ്ടായിരുന്നു. ഒന്നിനൊരു കുറവില്ല. സന്തോഷകരമായ സുദിനങ്ങൾ, ആനന്ദകരമായ സുദിനങ്ങൾ, സൗഭാഗ്യകരമായ സുദിനങ്ങൾ. ഒരു കാലത്ത് നമ്മുടെ ആത്മീയ ജീവിതം അങ്ങനെയായിരുന്നില്ലേ? എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാത്സല്യ ദൈവമക്കളെ, ഇന്ന് രാത്രികാലം ഒരു കാലത്ത് നാം എവിടെയായിരുന്നുവെന്നോ ഇപ്പോൾ എവിടെയായിരിക്കുന്നു എന്നുള്ള സുബോധം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. രണ്ടാമത്, സുബോധം എന്ന് പറഞ്ഞാൽ ഇന്നും നിന്നെ സ്നേഹിക്കുന്ന നിന്റെ പിതാവിനെ കുറിച്ചും നിന്റെ പിതാവിന്റെ ഭവനത്തെ കുറിച്ചുമുള്ള അറിവാണ് സുബോധം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണമേ. ഒന്ന്, ഞാനും നിങ്ങളും എവിടെയായിരുന്നുവെന്നും
ഇപ്പോൾ എവിടെയായിരിക്കുന്നു എന്നുള്ള അറിവാണ് സുബോധം എന്ന് പറയുന്നത്. രണ്ടാമത്, നീ ഇന്നും നമ്മെ സ്നേഹിക്കുന്ന നിന്റെ പിതാവിനെ കുറിച്ചും നിന്റെ പിതാവിന്റെ ഭവനത്തെ കുറിച്ചുമുള്ള അറിവാണ് സുബോധം എന്ന് പറയുന്നത്. മൂന്നാമത്, നിന്റെ ഭവനത്തിലെ ആ അനുഗ്രഹിക്കപ്പെട്ട വിരുന്നുമേശയെക്കുറിച്ചും ആ വിരുന്നുമേശയിലെ വിഭവങ്ങളെ കുറിച്ചുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ആ സുബോധം എന്ന് പറയുന്നത്. ഇന്ന് രാത്രികാലം എനിക്കും നിങ്ങൾക്കും വേണ്ടത് ആ ആത്മീയ ജീവിതത്തിൽ, പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കൊരു സുബോധമുണ്ടാകട്ടെ. ആ ധൂർത്തപുത്രനുണ്ടായതുപോലെ അവൻ ദൈവത്തിൽ നിന്നകന്ന്, അവൻ തന്റെ പിതാവിൽ നിന്നകന്ന്, തന്റെ പിതാവിന്റെ ഭവനത്തിൽ നിന്നകന്ന് വളരെ വിദൂരത്ത് പോയി. അവന്റെ അനുഭവങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി. അവന്റെ അനുഭവം നഷ്ടപ്പെട്ടു പോയി. നല്ല ശുശ്രൂഷകൾ നഷ്ടപ്പെട്ടു പോയി. കൃപകൾ നഷ്ടപ്പെട്ടു പോയി. എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച എല്ലാവരിലും കൃപകളും കൃപാവരങ്ങളുമുണ്ട്. ഒരു കാലത്ത് ആത്മാവിൽ നിറഞ്ഞ് നല്ല കൃപകളും കൃപാവരങ്ങളും ജ്വലിപ്പിച്ചവരാണ് ഇവിടെ ഇരിക്കുന്നത്, ഞങ്ങളും നിങ്ങളും. എന്നാൽ അതെല്ലാം പിശാച് ഊതിക്കെടുത്തി നമ്മളെ വഞ്ചിച്ച്, വഞ്ചകനായ സാത്താൻ ദൈവത്തിൽ നിന്ന് അകറ്റി, പിതാവിന്റെ ഭവനത്തിൽ നിന്ന് അകറ്റി, എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഒരു കാലത്ത് എത്ര നന്നായി ശോഭിച്ചിരുന്നവർ, ഒരു കാലത്ത് എത്ര നന്നായി പ്രാർത്ഥിച്ചിരുന്നവർ, ഒരു കാലത്ത് എത്ര നല്ല തീഷ്ണതയുണ്ടായിരുന്നവർ, അഭിമാനത്തോടെ ഈ പെന്തക്കോസ്ത് മാർഗത്തിന് വേണ്ടി ജീവിച്ചവർ, അഭിമാനത്തോടെ അപ്പോസ്തോലികമായ ഉപദേശത്തിന് വേണ്ടി ജീവിച്ചവർ, അഭിമാനത്തോടെ വിശുദ്ധ വേദപുസ്തകം നെഞ്ചോട് ചേർത്ത് വെച്ച് ഈ ആ ദേശത്തെ തരങ്ങും വിലങ്ങും നടന്നവർ, അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇന്ന് പരിതാപകരമായ അവസ്ഥയിൽ, പ്രിയപ്പെട്ടവരെ, കേവലമായ ഒരു അധപ്പതിച്ച അവസ്ഥയിൽ അനേകരുമായിരിക്കുകയാണ്. വാത്സല്യ ദൈവമക്കളെ, എന്നെ നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് ഈ രാത്രികാലം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ, പ്രിയപ്പെട്ടവരെ, ഒരു സുബോധം നമുക്ക് തരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രികാലം മടങ്ങി വരുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? നിന്റെ അപ്പന്റെ ഭവനത്തിലേക്ക്, ആ സ്വർഗീയമായ അനുഭവങ്ങളിലേക്ക്, ആ തേജസ്സേറിയ അനുഭവത്തിലേക്ക് നീ മടങ്ങി വരുമോ? യിരെമ്യാ പ്രവാചകൻ വീണ്ടും പറയുകയാണ്. 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കും. യിരെമ്യാ പ്രവചന പുസ്തകം 5:3. യഹോവേ, നിന്റെ കണ്ണ് വിശ്വസ്തത അല്ലയോ നോക്കുന്നത്? യഹോവേ, നിന്റെ കണ്ണ് വിശ്വസ്തതയല്ലയോ നോക്കുന്നത്? നീ അവരെ അടിച്ചു, നീ അവരെ അടിച്ചു, എങ്കിലും അവർ വേദനപ്പെട്ടില്ല. എങ്കിലും അവർ വേദനപ്പെട്ടില്ല. നീ അവരെ ക്ഷയിപ്പിച്ചു, നീ അവരെ ക്ഷയിപ്പിച്ചു, എങ്കിലും അവർക്ക് ബോധം കൈക്കൊള്ളുവാൻ മനസ്സിലായിരുന്നു. അവർക്ക് ബോധം കൈക്കൊള്ളുവാൻ മനസ്സില്ലായിരുന്നു. അവർ തങ്ങളുടെ മുഖം പാറയേക്കാൾ കടുപ്പമുള്ളതാക്കി മടങ്ങി വരുവാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. കൃത്യമായി ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തിയിട്ടും, നാം എവിടെയായിരുന്നുവെന്നും ഇപ്പോൾ എവിടെയായിരിക്കുന്നുവെന്നും നമുക്ക് ബോധ്യം വരുത്തിയിട്ടും, നിന്റെ പിതാവിന്റെ ഭവനത്തിൽ, ആ സ്വർഗീയമായ രാജ്യത്തിൽ, ആ ദൈവികമായ അനുഭവങ്ങളിൽ നമുക്കുണ്ടായിരുന്ന നല്ല നല്ല അനുഭവങ്ങളെ കുറിച്ച് ദൈവം നമുക്ക് ഓർമ്മപ്പെടുത്തിയിട്ടും, നമ്മുടെ മുഖത്തെ, നമ്മുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തി മടങ്ങി. ഒന്നുകൂടെ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യഹോവേ, നിന്റെ കണ്ണ് വിശ്വസ്തതയല്ലയോ നോക്കുന്നത്? യഹോവേ, നിന്റെ കണ്ണ് വിശ്വസ്തതയല്ലയോ നോക്കുന്നത്? നീ അവരെ അടിച്ചു, നീ അവരെ അടിച്ചു, എങ്കിലും അവർ വേദനപ്പെട്ടില്ല. അവർക്ക് വേദനയില്ല. നീ അവരെ ക്ഷയിപ്പിച്ചു, നീ അവരെ ക്ഷയിപ്പിച്ചു, എങ്കിലും അവർക്ക് ബോധം കൈക്കൊള്ളുവാൻ മനസ്സില്ലായിരുന്നു. പല കഷ്ടങ്ങളും നഷ്ടങ്ങളും പരീക്ഷകളും എല്ലാം ദൈവം അനുവദിച്ചിട്ടും ബോധം കൈക്കൊള്ളുവാൻ മനസ്സില്ല, ഗ്രഹിക്കുവാൻ മനസ്സില്ല, ദൈവത്തെ ഏറ്റെടുക്കുവാൻ മനസ്സില്ല, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ മനസ്സില്ല. ദൈവത്തിൽ നിന്ന് അകന്നകന്നു പോകുന്ന ദൈവമക്കളെ, വാത്സല്യ ദൈവജനമേ, ഇന്ന് രാത്രികാലം ഓർമ്മിപ്പിക്കട്ടെ, ദൈവത്തിങ്കിലേക്ക് നീ മടങ്ങി വരേണ്ട രാത്രികാലം ഇതാണ്. ഒന്നുകൂടെ ഭാഗം പൂർണ്ണമായിട്ടും വായിക്കാം. യഹോവേ, നിന്റെ കണ്ണ് വിശ്വസ്തതയല്ലയോ നോക്കുന്നത്? യഹോവേ, നിന്റെ കണ്ണ് വിശ്വസ്തതയല്ലയോ നോക്കുന്നത്? നീ അവരെ അടിച്ചു, നീ അവരെ അടിച്ചു, എങ്കിലും അവർ വേദനപ്പെട്ടില്ല. നീ അവരെ ക്ഷയിപ്പിച്ചു, എങ്കിലും അവർക്ക് ബോധം കൈക്കൊള്ളുവാൻ മനസ്സില്ലായിരുന്നു. അവർ തങ്ങളുടെ മുഖം പാറയേക്കാൾ കടുപ്പമാക്കി. തങ്ങളുടെ മുഖം ഉപദേശം കേൾക്കും തോറും, സഭായോഗത്തിന്റെ മെസ്സേജ് കേൾക്കും തോറും, ബൈബിൾ ക്ലാസിന്റെ മെസ്സേജ് കേൾക്കും തോറും, നടത്തിപ്പുകാർ ഓരോ കാര്യങ്ങൾ പറയും തോറും മനസ്സിനെ കഠിനപ്പെടുത്തി കൂടുതൽ അകന്ന് പാറയേക്കാൾ കഠിനപ്പെടുത്തുന്നവർ. എന്താണ് സംഭവിച്ചത്? മടങ്ങി വരുവാൻ അവർക്ക് മനസ്സില്ല. ഇന്ന് രാത്രികാലം ഈ സുവിശേഷ യോഗങ്ങളെ സംബന്ധിക്കുന്നവരെ, അടുത്തുമകലിയുമായി ഞങ്ങളെ കേൾക്കുന്നവരെ, ഇന്ന് രാത്രികാലം ദൈവത്തിങ്കിലേക്കുള്ള നിന്റെ മടക്കയാത്രയാകട്ടെ. എന്താണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്? ഞാൻ ഓർമ്മിപ്പിച്ചു, വാട്ട് ഈസ് ക്രിസ്ത്യാനിറ്റി? സുബോധം, ശ്രദ്ധിച്ച് കേൾക്കണം, സുബോധം വന്നവന്റെ തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിങ്കിലേക്ക്, ദൈവരാജ്യ അനുഭവങ്ങളിലേക്കുള്ള മടക്കയാത്രയാണ് ക്രിസ്ത്യ ജീവിതം.
അവൻ എവിടെയാണെന്നും ഇപ്പോൾ എവിടെയായിരിക്കുന്നുവെന്നും ഒക്കെ ബോധം വന്ന യഥാർത്ഥമായ അവന്റെ പിതാവിന്റെ ഭവനത്തെക്കുറിച്ചും അവന്റെ പിതാവിന്റെ ഭവനത്തിലെ വിരുന്നുമേശയെക്കുറിച്ചുമൊക്കെ സുബോധം വന്ന ഒരു മനുഷ്യന്റെ അവന്റെ അപ്പന്റെ വീട്ടിലേക്കുള്ള മടക്കയാത്രയാണ് ക്രിസ്തീയ ജീവിതം. അതാണ് ക്രിസ്ത്യാനിറ്റി, അതാണ് സ്പിരിച്വാലിറ്റി, അതാണ് ആധ്യാത്മിക ജീവിതം, അതാണ് ദൈവാനുഭവം. ഈ രാത്രികാലം പിതാവിന്റെ ഭവനത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. അല്പകാലങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ മുഴങ്ങിക്കേട്ടൊരു സ്വരമുണ്ടായിരുന്നു, കർവാപ്പസി. ഇതാണ് കർവാപ്പസി എന്ന് പറഞ്ഞാൽ. ഖർ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ വീടാ, വാപ്പസ് എന്ന് പറഞ്ഞ മടക്കയാത്ര. അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള മടക്കയാത്ര. ഇന്ന് ഈ കുന്നന്താനത്തും ഞങ്ങൾ കർവാപ്പസി നടത്തുകയാണ്. എന്താണ് കർവാപ്പസി എന്നറിയാമോ? നമ്മുടെ അപ്പന്റെ ഭവനത്തിലേക്ക്, നമ്മുടെ ഉടയ തമ്പുരാന്റെ ഭവനത്തിലേക്ക്, അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവത്തിലേക്ക്, അവന്റെ ഭവനത്തിലേക്ക് നീ മടങ്ങി വരണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. വാത്സല്യ ദൈവമക്കളെ, അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ നീ അല്പം പോലും താമസം വെക്കരുത്. നീ പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങി വാ. നിന്റെ ദൈവം നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു, നിന്റെ പിതാവ് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഇപ്പോഴത്തെ നിന്റെ പരിതാപകരമായ അവസ്ഥ കണ്ടിട്ട്, നിന്റെ വേദനാജനകമായ അവസ്ഥ കണ്ടിട്ട് പ്രിയപ്പെട്ടവരെ, ദൈവം ദുഃഖത്തോടെ ഇന്ന് രാത്രികാലം നിന്നെ തേടി വരികയാണ്. യിരെമ്യാ പ്രവചന പുസ്തകത്തിലേക്ക് വീണ്ടും നമ്മൾ വരുമ്പോൾ 15-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം വായിക്കാം. യിരെമ്യാ പ്രവചന പുസ്തകം 15:19. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മടങ്ങി വന്നാൽ ഞാൻ ഇനി എന്റെ മുൻപാകെ നിൽപ്പാൻ തക്കവണ്ണം, നീ മടങ്ങി വന്നാൽ ഞാൻ ഇനിയും എന്റെ മുൻപാകെ നിൽക്കുവാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും. നീ അധമമായത് ഒഴിച്ച് മതി. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, മടങ്ങി വരുവാൻ നിനക്ക് മനസ്സുണ്ടോ? നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന്, ആ പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇന്ന് ഉണർത്താൻ ഒരു ആരാധനയിൽ ലീഡ് ചെയ്യുന്ന ശുശ്രൂഷക്കാർ കിടന്ന് കഷ്ടപ്പെടുകയാണ്. കാരണം എന്താണ്? വളരെ മനസ്സ്, ഹൃദയം, മുഖമെല്ലാം പാറ പോലെ കഠിനപ്പെട്ട് ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ട് എല്ലാ അനുഭവങ്ങളിലും ആ പരിതാപകരമായ അവസ്ഥയിൽ ആയിരിക്കുകയാണ്. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങളോ കേൾക്കുന്ന കാര്യങ്ങളോ ഒന്നും മനസ്സിൽ തങ്ങുന്നില്ല. അത് പറവയാദികൾ കൊച്ചെടുത്തുകൊണ്ട് പോവുകയാണ്. വഴിയരികിൽ വീണ വിത്തുപോലെ, പാറസ്ഥലത്ത് വീണ വിത്തുപോലെ, ആഴമില്ലാഞ്ഞതിനാൽ, സുരക്ഷിതത്വമില്ലാഞ്ഞതിനാൽ 100 മേനി ഫലം കായ്ക്കാത്ത അവസ്ഥയിൽ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ജനമേ, പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിലേക്ക് മടങ്ങി വരാം. ദൈവത്തിന്റെ ആത്മാവ് എന്താണ് പറയുന്നത്? ഒന്നുകൂടെ യിരെമ്യാ പ്രവചന പുസ്തകം 15:19 വായിക്കാം. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എന്റെ മുൻപാകെ നിൽക്കുവാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രികാലം നമ്മുടെ മടങ്ങി വരവിന്റെ രാത്രിയാകട്ടെ. എങ്ങനെയാണ് നാം മടങ്ങി വരേണ്ടത്? ഹോശേയ പ്രവചന പുസ്തകം 14-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ പ്രവാചകനായ ഹോശേയ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു. ഹോശേയ പ്രവചന പുസ്തകം 14-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുക. നിന്റെ അകൃത്യം നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. നിങ്ങൾ അനുതാപവാക്യങ്ങളോടുകൂടെ വരണം. അനുതാപവാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവനോട് സകല അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. എന്നാൽ ഞങ്ങളുടെ അധരാർപ്പണമായ കാളകളെ അർപ്പിക്കും. എന്താണ് അധരാർപ്പണമായ കാളകൾ എന്ന് പറയുന്നത്? 1000 സ്തോത്രയാഗങ്ങൾ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, അനുതാപ വാക്കുകളോടെ. ഒന്നുകൂടെ വാക്യം ശബ്ദമുയർത്തി വായിക്കാം. നിങ്ങൾ അനുതാപവാക്യങ്ങളോട് കൂടി യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവനോട് സകല അകൃത്യത്തെയും ക്ഷമിച്ച്. ഇതൊന്ന് വെറുതെ വായിച്ച് സുവിശേഷ മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ പോവുകയല്ല. ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തിൽ ഒരു മടങ്ങി വരവിന്റെ രാത്രിയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സന്നിധിയോട് അടുത്ത് ചെന്ന്, അവൻ കരുണയുള്ള ദൈവമാണ്, അവൻ മനസ്സലിവുള്ള ദൈവമാണ്. അവന്റെ അടുക്കലേക്ക് മടങ്ങി ചെന്നിട്ട് എങ്ങനെ മടങ്ങി ചെല്ലണം? വായിക്കാം. നിങ്ങൾ അനുതാപവാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങി ചെന്ന് അവനോട് ദൈവമേ, സകല അകൃത്യത്തെ
അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. എന്നാൽ ഞങ്ങളുടെ അധരാർപ്പണമായ പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം ഈ വാക്യം ഇവിടെ ഉറക്കെ വായിച്ചു തരും. വാക്യം പ്രതി വാക്യമായിട്ട് കണ്ണുനീരോട് നമുക്കൊന്ന് ഏറ്റു പറയാം. ഒന്ന് മുഴങ്കാലിരുന്നാട്ടെ. മീറ്റിംഗ് അവസാനിപ്പിക്കുകയൊന്നുമല്ല. പ്രിയപ്പെട്ടവരെ, മുൻപോട്ട് പോകുന്നതിന് മുന്നമേ കസേരകൾ ഇരിക്കുന്നവർ ഒന്ന് ഫ്രഷ് ആയിട്ടിരുന്ന് പ്രിയപ്പെട്ടവർ നല്ല നല്ല ഇരിപ്പിടങ്ങളൊക്കെ തന്നു. ആദ്യമായിട്ടാണ് ഇത്രയും കസേരയുടെ സുവിശേഷ മീറ്റിംഗ് ഞാൻ കാണുന്നത്. എന്താണെങ്കിലും നല്ലത് തന്നെ. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് നല്ല ഇരിപ്പിടങ്ങൾ തന്നല്ലോ. ആ ഇരിപ്പിടങ്ങൾ ഇരുന്നുകൊണ്ട് നിന്റെ കണ്ണുകളെ ഒന്ന് അടച്ച് നിന്റെ ഹൃദയത്തെ ഒന്ന് തുറന്ന് ഇവിടെ ആ വായിക്കുന്ന വാക്യങ്ങൾ വാക്യം പ്രതി വാക്യമായിട്ട് സിസ്റ്റർ ഒന്ന് വായിച്ചു തരും. ശബ്ദമുയർത്തി ദൈവമക്കളത് ഏറ്റുപറയണം. എന്താണ് എങ്ങനെ നിങ്ങൾ ഏറ്റുപറയണം? അനുതാപ വാക്കുകളോട് അവന്റെ അടുക്കലേക്ക് ചെന്നിട്ട് സകല അകൃത്യത്തെയും സകല അകൃത്യത്തെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് ഏറ്റുപറയണം. വായിക്കാം. സകല അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളെ ഏറ്റുപറയുന്നില്ല, പിശാച് തടസ്സം ചെയ്യുക. ഒന്നും കൂടെ, സകല അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. എന്നാൽ ഞങ്ങളുടെ അധരാർപ്പണമായ കാളകളെ അർപ്പിക്കും. ഒന്നുകൂടെ വായിക്കാം. സകല അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. എന്നാൽ ഞങ്ങളുടെ അധരാർപ്പണമായ കാളകളെ അർപ്പിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഏറ്റുപറച്ചിൽ സ്വർഗം അംഗീകരിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രികാലം നീ ഒരു തീരുമാനമെടുക്കുക. ഇനി ഈ കുന്നന്താനം മീറ്റിംഗ് കഴിഞ്ഞിട്ട് കഴിഞ്ഞകാല ജീവിതങ്ങളെ പോലെ ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ലോകത്തിന്റെ വഴികൾ എനിക്ക് വേണ്ട, പാപത്തിന്റെ വഴികൾ എനിക്ക് വേണ്ട. എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ആ പിതാവിൽ നിന്ന് അകന്നും പിതാവിന്റെ ഭവനത്തിൽ നിന്ന് അകന്നുള്ള ജീവിതം എനിക്ക് വേണ്ട. ദൈവമേ, എല്ലാം ഞാൻ നഷ്ടപ്പെടുത്തി. എന്റെ ആത്മീയ അനുഭവങ്ങളെ നഷ്ടപ്പെടുത്തി, എന്റെ വിശ്വാസ ജീവിതത്തെ നഷ്ടപ്പെടുത്തി, എന്റെ അഭിഷേകത്തെ നഷ്ടപ്പെടുത്തി. ഒരു കാലത്ത് രോഗശാന്തിക്ക് വേണ്ടി ഞാൻ നിന്നവനായിരുന്നു. ഒരു കാലത്ത് സഭയിൽ കത്തി ജ്വലിക്കുന്നവനായിരുന്നു. ഇന്നെല്ലാം നഷ്ടപ്പെട്ടു. കർത്താവേ, നീ അടിയങ്ങളോട് ക്ഷമിക്കണമേ. ഇന്ന് രാത്രികാലം ഞാൻ നിന്റെ അടുക്കലേക്ക് വരുന്നു. നീ കരുണ കാണിക്കണമേ. എന്റെ തീരുമാനത്തെ നീ സ്വീകരിക്കണമേ. അടിയനോട് കരുണ കാണിക്കണമേ. അടിയനോട് മനസ്സറിയണമേ. ഇന്ന് രാത്രികാലം നിന്റെ തീരുമാനം ദൈവം കേൾക്കട്ടെ. ഈ ലോകം വേണ്ട പ്രിയപ്പെട്ടവരെ. ഇത് താൽക്കാലികമാണ്, ഇത് നശ്വരമാണ്, നൈമിഷികമാണ്. നമ്മുടെ കണ്ണിന്റെ മുൻപാകെ കാണുന്നതെല്ലാം മായയാണ്. കേവലം താൽക്കാലികമായ സുദിനങ്ങൾ മാത്രമേ ലോകത്തിലുള്ളൂ. ഭൗതിക ശാസ്ത്രജ്ഞൻ ഒരിക്കലും പ്രകാരം പറഞ്ഞു, ഈ ലോകത്തിൽ കേവലം ഈ ലോകം ഒരു 100 വർഷത്തിൽ കൂടുതൽ ഇതിന് സുരക്ഷിതത്വമില്ല. 100 വർഷത്തിൽ കൂടുതൽ ഒരു മനുഷ്യജീവന് നിലനിൽപ്പില്ല എന്ന് ഈ ഭൂമണ്ഡലത്തിൽ. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഇന്നേക്ക് ഒരു 100 വർഷം അങ്ങോട്ട് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആരും നമ്മൾ കാണത്തില്ല. അല്പകാലങ്ങൾ നമ്മുടെ ജീവിതം. ഈ നാളുകളിൽ നമുക്ക് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരാം, അനുതാപത്തോടെ മടങ്ങി വരാം. കർത്താവേ, ഇനി ലോകത്തെ സ്നേഹിപ്പാൻ, പാപത്തെ സ്നേഹിപ്പാൻ ഞാൻ പോകത്തില്ല. ദൈവത്തിന്റെ പൈതലാൻ ഞാൻ ജീവിക്കൂ. ഞാൻ എന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരൂ. ഇന്ന് രാത്രികാലം ദൈവമേ, ഞാനായിരിക്കുന്ന പരിതാപകരമായ അവസ്ഥയെ ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ദൈവത്തിന് വളരെ ദൂരത്താണ്. എന്റെ ആത്മീയ ജീവിതം വേണ്ട, പലതും നല്ല നല്ല അനുഭവങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ആ പിതാവിനോട് ചേർന്ന് ആ പിതാവിന്റെ ഭവനത്തിൽ ഞാൻ ആയിരുന്നപ്പോൾ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു, മനോഹരമായ ആത്മീയ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു, നല്ല നല്ല വസ്ത്രമുണ്ടായിരുന്നു, നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടു പോയി. കർത്താവേ, ഇന്ന് രാത്രികാലം ഞാൻ നിന്റെ അടുക്കലേക്ക് വരുന്നു. നീ എന്നെ തള്ളിക്കളയരുത്. എന്റെ ജീവിതത്തെ ഞാൻ നിനക്കായി സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം മുഴങ്കാലുകളെ മടക്കി നമ്മുടെ തീരുമാനിച്ച് നമുക്ക് എടുത്തിട്ട് മുൻപോട്ട് പോകാം. നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ സമർപ്പിച്ചുകൊണ്ട് ഇനി പാപത്തെ സ്നേഹിപ്പാൻ ഞാൻ പോകത്തില്ല. ഇനി ലോകത്തെ സ്നേഹിപ്പാൻ ഞാൻ പോകത്തില്ല. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ഞാനിനി പോകുമോ? ദൈവത്തിൻ പൈതലാ ജീവിക്കും ഞാനിനി.
പോകുമോ പാപത്തെ? ഫലകരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോകുമോ ദൈവത്തിൻ ജീവിക്കും ഞാനിനി ദൈവത്തിൻ ജീവിക്കും ഞാനിനി പാപത്തെ ദൈവത്തിൻ പൈതലാ. നിന്റെ കണ്ണ് നിറഞ്ഞ പാടിച്ചു. നീ ദൈവത്തിൽ അകന്നത്രയോ ദൂരത്തായി. ദൈവത്തിൽ നിന്റെ അനുഭവങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. ഇനിയെങ്കിലും നീ ദൈവത്തിലേക്ക് മടങ്ങി. പാപത്തെ നിന്റെ കർത്താവ് നിന്നെ വിളിക്കുക. നഷ്ടപ്പെടുത്തിയ അനുഭവങ്ങളൊക്കെ നിന്റെ കർത്താവ് നിനക്ക് തിരികെ തരും. സ്നേഹിപ്പാ ഞാനിനി പോകുമോ പാപത്തെ? പോകുമോ ദൈവത്തിൻ പൈതലാ. ജീവിക്കും ഞാനിനി ദൈവത്തിൽ പൈതലാ. ജീവിക്കും ഞാനിനി. ഇന്ന് രാത്രികാലം നിന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് നീ മടങ്ങി വരിക. നിന്റെ ജീവിതത്തെ നീ സമർപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ആ ധൂർത്തപുത്രൻ മടങ്ങി വന്ന സാഹചര്യങ്ങളെ ലൂക്കോസിന്റെ സുവിശേഷത്തിലെ പ്രകാരമാണ് കർത്താവ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അവൻ ഇപ്രകാരം ചിന്തിച്ചു. ആ വാക്യങ്ങൾ വീണ്ടും നമുക്ക് വായിക്കാം. അവന് സുബോധം വന്നിട്ട് അവൻ എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു. ഔദാര്യമായി സ്നേഹിക്കുന്ന കൂലിക്കാരെ പോലും ജോലിക്കാരെ പോലും ഔദാര്യമായി സ്നേഹിക്കുന്ന വെച്ച് വിളങ്ങി അവർ സമൃദ്ധിയാണെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കൂലിക്കാർ പോലും തിന്ന് ശേഷിപ്പിക്കുന്ന അത്രത്തോളം കൂലിക്കാർക്ക് പോലും സമൃദ്ധിയായി കൊടുക്കുന്ന സമ്പന്നനായ കരുണാസമ്പന്നനായ സ്നേഹനിധിയായ ഒരു പിതാവിനെ കുറിച്ച് അവൻ ഓർമ്മ വരികയാണ്. അവൻ ഇപ്രകാരമാണ് പറഞ്ഞത്. വായിക്കാം. ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിന്നെ അനുഗ്രഹിപ്പാൻ ദൈവം മനസ്സോടെ കാത്തിരിക്കുമ്പോൾ, നിന്നെ വീണ്ടും കൈക്കൊള്ളുവാൻ അവൻ മനസ്സോടെ കാത്തിരിക്കുമ്പോൾ, നിന്നെ ചേർത്തുകൊള്ളുവാൻ അവൻ താല്പര്യമുള്ളപ്പോൾ നീ എന്തിനാണ് നശിക്കുന്നത്? നീ എന്തിനാണ് ലോകത്തിലേക്ക് പോകുന്നത്? നീ എന്തിനാണ് ദൈവത്തിന്റെ വഴിവിട്ടകന്നു പോകുന്നത്? ഇന്ന് രാത്രികാലം ആ ധൂർത്തപുത്രനെ പോലെ നീ പറ, ഒരു സുബോധത്തോടെ പറ, ദൈവമേ, എന്റെ അപ്പന്റെ ഭവനത്തിൽ എത്രയോ കൂലിക്കാർ. വായിക്കാം. എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു. ഞാനോ വിശപ്പ് കൊണ്ട് നശിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട് അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ. ഇതൊക്കെ നമുക്കറിയാവുന്ന വചനമാണ്. എങ്കിലും ഈ രാത്രികാലം പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ, ദൈവസന്നിധിയിൽ അകന്നുപോയ, ദൈവാനുഭവങ്ങൾ അകന്നുപോയ ചിലർക്ക് വേണ്ടിയായിരിക്കാം മീറ്റിംഗ്. ഒരു പക്ഷേ പ്രിയ സഹോദര നിനക്ക് വേണ്ടിയായിരിക്കാം, പ്രിയ സഹോദരൻ നിനക്ക് വേണ്ടിയായിരിക്കാം. ഒരു പക്ഷേ നിന്റെ ഹൃദയ പിന്മാറ്റം മറ്റാരും അറിയുന്നില്ല.
നിന്റെ കൂടെ പിറന്നവൻ അറിയുന്നില്ല, നിന്റെ കൂടെ പാർക്കുന്ന ഭർത്താവോ ഭാര്യയോ അറിയുന്നില്ല. പ്രിയ കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, നിങ്ങൾ ദൈവത്തിന്റെ സന്നിധി വിട്ട് അകന്നു പോകുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കൾ അറിയുന്നില്ലെന്നിരിക്കാം. എന്നാൽ നിന്റെ കർത്താവ് അറിയുന്നു, നിന്നെ സ്നേഹിക്കുന്ന പിതാവ് അറിയുന്നു, ഔദാര്യമായി നിന്നെ സ്നേഹിക്കുന്ന നിന്റെ പിതാവ് അറിയുന്നു. ഇന്ന് രാത്രികാലം നീ ഓർക്കണം, അവൻ നിന്നെ ഇമ്പമായി സ്നേഹത്തോടെ വിളിക്കുകയാണ്. നീ എഴുന്നേൽക്കണം. അവൻ ഇപ്രകാരമാണ് പറഞ്ഞത്, ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട് അപ്പാ, ഞാൻ സ്വർഗ്ഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നമുക്ക് പറയാം പ്രിയപ്പെട്ടവരെ, നമ്മൾ തെല്ലും യോഗ്യതയുള്ളവരൊന്നുമല്ല. നമ്മൾ യോഗ്യന്മാരായൊക്കെ അഭിനയിക്കുന്നുവെങ്കിലും നമ്മുടെ ഉള്ളിൽ പല അയോഗ്യതകളും ഉണ്ട്. നമുക്കതിന്ന് രാത്രികാലം ദൈവത്തോട് ഏറ്റുപറയണം. ഇന്ന് രാത്രികാലം നമ്മുടെ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി പോകണം. നീ നഷ്ടപ്പെടുത്തി കളഞ്ഞതെല്ലാം ഇന്ന് രാത്രികാലം ദൈവം നിനക്ക് തിരിച്ചു തരും. നിന്റെ കൃപാവരങ്ങൾ തിരിച്ചു തരും, നിന്റെ അഭിഷേകത്തെ തിരിച്ചു തരും, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ തിരിച്ചു തരും, നിന്റെ വിശ്വാസ ജീവിതത്തെ തിരിച്ചു വരും, നിന്റെ ആത്മീയ ജീവിതത്തിലെ നല്ല നല്ല അനുഭവങ്ങൾ നിനക്ക് തിരിച്ചു തരും. ആ പിതാവിന്റെ ഭവനത്തിൽ ആ ഒരു കാലത്ത് ദൈവം നിനക്ക് നൽകിയിരുന്ന ആ നല്ല നല്ല അനുഭവങ്ങളെ പ്രിയപ്പെട്ടവന് തിരിച്ചു തരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. മടങ്ങിപ്പോകുവാൻ നിനക്ക് മനസ്സുണ്ടോ? നാം വായിച്ച വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ ഇന്ന് രാത്രികാലം നമുക്ക് ആ പ്രാർത്ഥന ദൈവസ്ഥലത്തിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ദൈവമേ, നീ ഞങ്ങളെ മടങ്ങി വരണം, നീ ഞങ്ങളെ മടക്കി വരുത്തേണം. ഞങ്ങൾ മടങ്ങി വരേണ്ടതിന്, കർത്താവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ആ അപ്പന്റെ വീട്ടിലേക്ക്, ഞങ്ങളുടെ പിതാവിന്റെ ഭവനത്തിലേക്ക്, അവന്റെ വിരുന്നുമേശയിലേക്ക്, ആ സ്വർഗീയ അനുഭവങ്ങളിലേക്ക് ഇന്ന് രാത്രികാലം നമുക്ക് മടങ്ങി പോകുവാൻ കഴിയട്ടെ. പ്രിയപ്പെട്ടവരെ, ആ വിരുന്നുമേശയിലെ എല്ലാം ദൈവം നമുക്ക് സ്വന്തമായി തരും. ആ പുതിയ വസ്ത്രം നമുക്ക് സ്വന്തമായി തരും, പുതിയ ചെരുപ്പ് നമുക്ക് സ്വന്തമായി തരും, പുതിയ മോതിരം നമുക്ക് സ്വന്തമായി തരും, പുതിയ ആഹാരം നമുക്ക് സ്വന്തമായി തരും. ആ സ്വർഗീയമായ സന്തോഷം, ആ ജീവന്റെ അപ്പം, ആ രോഗസൗഖ്യം, ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, കൃപാവരങ്ങൾ എല്ലാം ദൈവം നമുക്ക് സ്വന്തമായി തരും. ഇന്ന് രാത്രികാലം ഈ പന്തൽ വിട്ട്, ഈ യോഗം വിട്ട് നമ്മൾ പിരിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ നഷ്ടപ്പെട്ട് കളഞ്ഞതെല്ലാം തിരികെ വാങ്ങിക്കൊണ്ടു പോകണം. ഇന്ന് രാത്രികാലം നമ്മൾ മരിച്ചാൽ നമ്മുടെ ആത്മാവിന്റെ നിത്യത എവിടെയായിരിക്കും? ദൈവത്തിൽ നിന്നകന്ന്, ദൈവാനുഭവങ്ങളിൽ നിന്നകന്ന് പ്രിയപ്പെട്ടവരെ, ഇന്നലെ ഒരുപക്ഷെ ഇന്ന് രാത്രികാലം നമ്മുടെ മരണമോ കർത്താവിന്റെ വരവോ എന്ന് നമ്മൾ അറിയുന്നില്ല. നമ്മുടെ മനസ്സിനെ കഠിനപ്പെടുത്തി, നമ്മുടെ ജീവിതത്തെ കഠിനപ്പെടുത്തി, ദൈവത്തിന്റെ സന്ദേശങ്ങൾ കേൾക്കും തോറും അതിനെ പ്രിയപ്പെട്ടവരെ നമ്മൾ വില കൽപ്പിച്ച് പ്രസംഗം കൊള്ളത്തിൽ നിന്നും, പ്രിയപ്പെട്ട പ്രസംഗിച്ച ആളുകൊള്ളത്തിൽ നിന്നും വിധി എഴുതി നിന്റെ മനസ്സിനെ നീ മലിനപ്പെടുത്തണ്ട. നിന്റെ കർത്താവ് പ്രിയപ്പെട്ടവരെ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്, നിന്നോട് കരുണ കാണിക്കുന്നത് കൊണ്ട്, നിന്നോട് മനസ്സറിയുന്നത് കൊണ്ട് നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ തരാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. ആ ധൂർത്തപുത്രൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി ചെന്നപ്പോൾ ആ പിതാവ് എന്താണ് ചെയ്തത്? അപ്പൻ തന്റെ ദാസന്മാരോട് വേഗം വേൽത്തരമായി അല്പം കൂടെ മേലെ ദൂരത്തു നിന്ന് തന്നെ അവൻ ഇങ്ങനെ തീരുമാനിച്ചു, ഞാൻ എന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങി ചെല്ലും. അവൻ എഴുന്നേറ്റ് പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങി ചെല്ലുവാൻ തക്കവണ്ണം ആ വാക്യം കൂടെ ചേർത്ത് വായിച്ചാട്ടെ. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ്, ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു എന്ന് പറഞ്ഞാൽ വളരെ, ഇവൻ ഇറങ്ങിപ്പോയ കാലം മുതല്, ഇവൻ നഷ്ടപ്പെട്ടു പോയ കാലം മുതല്, അവൻ ദൈവത്തിൽ നകന്ന കാലം മുതല് ദൈവം അവന് വേണ്ടി, അവന്റെ പിതാവ് അവന് വേണ്ടി കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് കേവലം ഒരു കഥയല്ല, കേവലം ഒരു അനുഭവമല്ല, പിന്നെയോ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി കാത്തിരിക്കുന്ന മനോഹരമായ ഒരു ചിത്രം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വരച്ചു കാണിക്കുകയാണ്. അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കലേക്ക് ചെന്നു. അവൻ അങ്ങ് ചെല്ലുന്ന വഴിക്ക് ദൂരത്തു നിന്ന് തന്നെ പിതാവ് അവനെ ദർശിച്ചു. വായിക്കാം. അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചു. അവനെ ചോദിച്ചില്ല, നീ ഇതെല്ലാം നശിപ്പിച്ചവനല്ലേ, ഞാൻ നിനക്ക് തന്ന അനുഭവങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിയില്ലേ, നീ എന്തിനാ തിരിച്ചു വന്നത്, ഇറങ്ങിപ്പോ എന്നൊക്കെ പറഞ്ഞേനെ. ഇന്നത്തെ മാതാപിതാക്കളാണെങ്കിൽ ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞേനെ. കാരണം എന്താണ്? എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു, പിതാവിന്റെ മുതലെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു, എല്ലാം ദൂരത്ത് എങ്ങനെയൊക്കെയോ ജീവിച്ചു, ഇപ്പോൾ എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് മടങ്ങി വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായ പിതാവ് നമ്മുടെ പിതാവായ ദൈവമാണ്. അവൻ എല്ലാം നഷ്ടപ്പെടുത്തിയ ആ തന്റെ സ്വന്തം പുത്രൻ മടങ്ങി വന്നപ്പോൾ, ആ ഇളയ കുമാരൻ മടങ്ങി വന്നപ്പോൾ, ആ ധൂർത്തപുത്രൻ മടങ്ങി വന്നപ്പോൾ
പ്രിയപ്പെട്ടവരെ ഓടിച്ചെന്നവന്റെ കഴുത്തിൽ കെട്ടിപ്പിടിക്കുകയാണ്. ഇന്ന് രാത്രികാലം നീയും നിന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ നീ എല്ലാം നഷ്ടപ്പെടുത്തിയെന്നിരിക്കാം. നല്ല നല്ല ശുശ്രൂഷകൾ നഷ്ടപ്പെടുത്തിയെന്നിരിക്കാം. നിന്റെ കൃപകളും കൃപാവരങ്ങളും നഷ്ടപ്പെടുത്തിയ വ്യക്തിയായിരിക്കാം. ദീർഘനാളുകളായിരിക്കാം ഒരുപക്ഷെ നീ അന്യഭാഷ ദൈവത്തെ ആരാധിച്ചിട്ട്. ഒരു കാലത്ത് ആത്മാവിൽ നിറഞ്ഞ് സന്തോഷിച്ച് കൊണ്ടിരുന്ന നിന്റെ ജീവിതത്തിൽ ഇത് നന്നായി ഒന്ന് ആത്മാവിൽ നിറഞ്ഞിട്ട് നന്നായി ഒന്ന് കരങ്ങളെ അടിച്ച് ആരാധിച്ചിട്ട് എത്ര നാളുകളായി. ഇതൊന്നും ദൈവം നോക്കുന്നില്ല. മടങ്ങി വരുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിന്നെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന ഒരു പിതാവുണ്ട്. പ്രിയപ്പെട്ടവരെ, അവൻ ദൂരത്ത് നിന്ന് അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച്, നമ്മുടെ ദൈവം ഓടിച്ചെന്ന് അവന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. എന്നിട്ടോ മകൻ അപ്പനോട് അപ്പാ ഞാൻ സ്വർഗത്തോടും, അവൻ പറഞ്ഞതുപോലെ ചെയ്തു. അവന്റെ മനസ്സിലൊരു നിർണയമുണ്ടായിരുന്നു. ഞാൻ എന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങിച്ചെല്ലും. എന്റെ പിതാവിന്റെ ഭവനത്തിൽ മടങ്ങിച്ചെന്ന് എന്റെ അപ്പനോട് എന്റെ തെറ്റുകളെ ഞാൻ സമ്മതിക്കും, എന്റെ പരാജയങ്ങളെ ഞാൻ സമ്മതിക്കും, നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങളെ എല്ലാം എന്റെ ദൈവത്തോട് ഞാൻ പറയും. അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു ഞാൻ പറയും. ആ തീരുമാനത്തോടെ അവൻ പിതാവിന്റെ അടുക്കലേക്ക് മടങ്ങിച്ചെന്നു. അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെന്നു. അപ്പൻ അവനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചു. അവന്റെ മൂർധാവിൽ ഒരു സ്നേഹത്തിന്റെ ചുംബനം കൊടുത്തു. എന്നിട്ട് എന്താണ് പറഞ്ഞത്? അപ്പോ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു. ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അപ്പൻ തന്റെ ദാസന്മാരോട് വേഗം മേൽത്തരമായ അങ്കി, ഇതുവരെയും നീ ധരിച്ചിട്ടില്ലാത്ത ആ അങ്കി ഇന്ന് രാത്രികാലം മടങ്ങി വരുന്നെങ്കിൽ പുതിയ ഒരു ജീവിതം ദൈവം നിനക്ക് തരും. ഇന്ന് ദൈവത്തിന്റെ അടുക്കിലേക്ക് നീ മടങ്ങി വരുന്നെങ്കിൽ ആദ്യകാല അനുഭവങ്ങളിലേക്ക് ദൈവം നിന്നെ മടക്കി കൊണ്ടുവരും. ആദ്യകാല അനുഭവങ്ങൾ ദൈവം നിനക്ക് തിരികെ തരും. ഒരു പുതിയ അങ്കി അവനെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അവനെ ധരിപ്പിപ്പിൻ, അവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിപ്പിൻ, തടുപ്പിച്ച് കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുപ്പിൻ. ഇവൻ ഇറങ്ങിപ്പോയ കാലം മുതല് ഈ പിതാവ് ഒരു കാളക്കുട്ടിയെ വാങ്ങിച്ച് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഫാറ്റഡ് കാഫ് എന്ന് പറഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ തടുപ്പിച്ച കൊഴുപ്പിച്ച ഇങ്ങനെ നല്ല പുഷ്ടിയോടെ ഇങ്ങനെ തടുപ്പിച്ച് വെച്ചിരിക്കുകയാണ്. നല്ല കൊഴുത്ത ഒരു കാളക്കുട്ടൻ. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ഈ മകൻ എന്ന് ഇറങ്ങിപ്പോയോ അന്ന് മുതൽ, വീട് വിട്ടിറങ്ങിപ്പോയ ആ കാലം മുതൽ ഈ പിതാവ് ഒരു കാളക്കുട്ടിയെ ഇവൻ തിരികെ വരുമ്പോൾ അറുത്ത് സന്തോഷിക്കുവാന്നൊക്കെ വേണം പ്രിയപ്പെട്ടവരെ ആഗ്രഹിച്ച് വെച്ചിരിക്കുകയാണ്. പിതാവ് പറഞ്ഞു, തടുപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുപ്പിൻ, നാം തിന്ന് ആനന്ദിക്കുക. എന്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. ഇന്ന് രാത്രികാലം പ്രിയപ്പെട്ടവരെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്നെങ്കിൽ പുതിയ അനുഭവങ്ങളെ എത്ര പേര് ആഗ്രഹിക്കുന്നു. നമ്മുടെ സമയം മുൻപോട്ട് പോകുന്നല്ലോ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടച്ച് നമ്മുടെ മുഴങ്കാലുകളെ മടക്കി ഇന്ന് രാത്രികാലം നഷ്ടപ്പെട്ട അനുഭവങ്ങൾ, നഷ്ടപ്പെട്ട അഭിഷേകം, നഷ്ടപ്പെട്ട കൃപകൾ, നഷ്ടപ്പെട്ട കൃപാവരങ്ങൾ, നഷ്ടപ്പെട്ട വിശ്വാസ ജീവിതം, നഷ്ടപ്പെട്ട പ്രത്യാശ, നഷ്ടപ്പെട്ട സന്തോഷം, ഇതൊക്കെ തിരികെ വാങ്ങിയിട്ട് വേണം പോകാൻ. ആഗ്രഹിക്കുന്ന ദൈവമക്കളൊന്ന് കണ്ണുകളെ അടച്ചാട്ടെ. കുന്നന്താനത്ത് മീറ്റിംഗ് വെച്ചത് വെറുതെയല്ല പ്രിയപ്പെട്ടവരെ. നമ്മെ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തുവാൻ, നമുക്കൊരു സുബോധം വരുത്തുവാൻ, നാം എവിടെയായിരുന്നുവെന്നോ ഇപ്പോൾ എവിടെയായിരിക്കുന്നു എന്നുള്ള അറിവിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ ഇന്നും നമ്മെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ട്. നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പിതാവെന്നുണ്ടെന്നുള്ള അറിവിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. നീ ഓർക്കുന്നുവോ ആ പിതാവിന്റെ ഭവനത്തിലെ ആ വിരുന്നു മേശ? നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഭൃത്യന്മാർ പോലും തിന്ന് ശേഷിപ്പിക്കുന്ന വിഭവസമൃദ്ധമായ ആ ഒരു വിരുന്നുമേശയെ ഇന്ന് രാത്രികാലം നിന്റെ ഹൃദയത്തിൽ നീ ധ്യാനിക്കുക. പ്രിയ സഹോദര, നിന്റെ അഭിഷേകം എവിടെ പോയി? പ്രിയ സഹോദരി, നിന്റെ അഭിഷേകം എവിടെ പോയി? നിന്റെ കൃപകളും കൃപാവരങ്ങളും എവിടെ പോയി? നിന്റെ വിശ്വാസ വീര്യം എവിടെ പോയി? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരും മൗനമായിരിക്കാതെ ഇന്ന് രാത്രികാലം നമുക്ക് നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങളിലേക്ക് മടങ്ങി വന്ന് വിശ്വാസത്തിന്റെ ശ്രേഷ്ഠമായ അനുഭവങ്ങളെ പ്രാപിച്ച് ഇന്ന് രാത്രികാലം കർത്താവ് വന്നാലും, ഇന്ന് രാത്രികാലം നമ്മുടെ മരണമാണെങ്കിലും കർത്താവിന്റെ വരവെങ്കിൽ നാം എടുത്തുകൊള്ളപ്പെടുമെന്നുള്ള ആ ഭാവി പ്രത്യാശയെ പുതുക്കിക്കൊണ്ട് വേണം നമ്മൾ മടങ്ങി പോകുവാൻ. ഒരേ ഒരു ജീവിതമേ നമുക്കുള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ ആ ജീവിതം നമുക്ക് തീരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിന്റെ വരവേറ്റവും ആസന്നമായിരിക്കുന്നു. നമ്മുടെ ജീവിതം എവിടെയായിരിക്കുന്നു? നീ നിന്റെ ദൈവത്തിൽ നിന്ന് അകന്ന്, നിന്റെ പിതാവിൽ നിന്ന് അകന്ന്, ആ ദൈവികമായ അനുഭവത്തിൽ അകന്ന്, യഥാർത്ഥമായ വിശ്വാസ ജീവിതത്തിൽ അകന്ന്, ആത്മീയ അനുഭവങ്ങൾ അകന്ന് നീ ജീവിക്കുകയല്ലേ?
നിന്റെ ഉള്ളത്തിന്റെ അവസ്ഥ അറിഞ്ഞ് ദൈവം നിന്നോട് സംസാരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, വാത്സല്യ ദൈവജനമേ, കൂടപ്പെട്ടവരെ, നിന്റെ യഥാർത്ഥമായ അവസ്ഥ നീ മനസ്സിലാക്കിയിട്ട് വേണം മടങ്ങിപ്പോകുവാൻ. നീ ഒരു കാലത്ത് എവിടെയായിരുന്നു? നിന്റെ ആത്മീയ അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു? നല്ല ഉദ്ദേശത്തോടുകൂടി നീ വിശ്വാസമാർഗത്തിൽ ഇറങ്ങിത്തിരിച്ചു. നല്ല ഉദ്ദേശത്തോടുകൂടി കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിത്തിരിച്ചു. നല്ല ഉദ്ദേശത്തോടുകൂടി വിശ്വാസഭവനത്തിൽ ഒരു ദൈവവൈദ്യരായി നീ കടന്നു വന്നു. എന്നാൽ ഇന്ന് നിന്റെ നല്ല നല്ല സ്വഭാവങ്ങൾ നഷ്ടപ്പെട്ടു പോയി. നല്ല നല്ല ആത്മീയ അനുഭവങ്ങൾ നഷ്ടപ്പെട്ടു പോയി. നല്ല നല്ല പ്രാർത്ഥനാനുഭവങ്ങൾ നഷ്ടപ്പെട്ടു പോയി. നിന്റെ കൃപകളൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇന്ന് നീ ഒരു മരിച്ച അവസ്ഥയിൽ കാണപ്പെടുകയാണോ? നിന്റെ പിതാവ് നിന്നോട് കാരണങ്ങൾ ചോദിക്കുന്നില്ല. നീ മടങ്ങി വരുന്നുവെങ്കിൽ ഓടി വന്ന് നിന്നെ സ്വീകരിക്കുവാൻ തയ്യാറാണ്. ഇന്ന് രാത്രികാലം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വാ. ഇന്ന് രാത്രികാലം കർത്താവിങ്കിലേക്ക് മടങ്ങി വാ. ഇന്ന് രാത്രികാലം പിതാവിങ്കിലേക്ക് മടങ്ങി വാ. ഹല്ലേലൂയ. ഒരു നിമിഷം സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നാട്ട് ശബ്ദമുയർത്തി ആത്മാവിൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിലേക്ക് മടങ്ങിപ്പോകാം. പിശാചു നിന്നെ പിന്നിലേക്ക് തിരിക്കരുത്. നിന്റെ ആത്മീയ അനുഭവങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ, നിന്റെ പിന്നിലേക്ക് തിരിച്ച ആ ദുഷ്ട പിശാച് അവന്റെ തലയെ തകർത്ത് കർത്താവ് നമുക്ക് ജയം നൽകേണ്ടതിനായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പ്രിയ ദൈവവൈദ്യരെ, നിന്റെ ദൈവത്തിങ്കിലേക്കുള്ള മടക്കയാത്രയാണ്. സുബോധം വന്ന ഒരു മനുഷ്യന്റെ ദൈവത്തിങ്കിലേക്കും ദൈവരാജ്യ അനുഭവങ്ങളിലേക്കും അവന്റെ പിതാവിന്റെ ഭവനത്തിലേക്കുമുള്ള മടക്കയാത്രയാണ് ക്രിസ്ത്യാനിറ്റി. അതാണ് യഥാർത്ഥമായ ആത്മീയ ജീവിതം. ഇന്ന് രാത്രികാലം യഥാർത്ഥമായ ആത്മീയ ജീവിതത്തിൽ സുബോധത്തോടെ, ഞാൻ എവിടെയാണ് കർത്താവേ? ഒരുപാട് താഴ്ചകൾ പറ്റി, എല്ലാം ഞാൻ നഷ്ടപ്പെടുത്തി. എന്റെ ജീവിതത്തിലെ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ട്. കഠിനമായ ക്ഷാമം ഞാൻ അനുഭവിക്കുന്നു. ഹല്ലേലൂയ. അർപ്പിക്കുന്നേ എൻ ജീവിതം, എൻ